Shrija? Sir, തുടങ്ങാലോ സാറേ. Oh, waiting for you. Okay, sir. എറണാകുളം KCTTU 31ാമത് ഉറവ് വെബിനാറിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ മഹത് വ്യക്തികളെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഏവർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു. അതിനോടൊപ്പം പുതുവത്സര ആശംസകളും നേരുന്നു. നമുക്ക് പ്രോഗ്രാമിന് മുമ്പ് ഒരു സൈലന്റ് പ്രേയറോട് കൂടിയിട്ട് തുടങ്ങാം. ഓക്കെ, താങ്ക് യു. സ്വാഗത പ്രസംഗത്തിനായി നമുക്ക് ഏവർക്കും പ്രിയങ്കരനും എറണാകുളം KCTTU ജനറൽ സെക്രട്ടറിയുമായ ഫാസിൽ സാറിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഫാസിൽ സാർ, പ്ലീസ്. Thank you, Shrija ma'am. വെൽക്കം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ സായാഹ്നത്തിലേക്ക് സ്വാഗതം. ആദ്യമായി തന്നെ KCTTU എറണാകുളത്തിന്റെ വക എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ഉറവിന്റെ 31ാമത്തെ വെബിനാർ ആണ് ഇവിടെ ഇറങ്ങിയിരുന്നത്. നമുക്ക് ഏവർക്കും പ്രിയങ്കരായ അജിത ഉണ്ണി മാം ആണ് ഇന്ന് നമുക്ക് ക്ലാസ് നയിക്കുന്നത്. വിഷയം ബൗൺസ് ബാക്ക്. തീർച്ചയായും നമ്മൾ അങ്ങനെ ബൗൺസ് ബാക്ക് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കാത്തിരുന്ന് കാണാം. എനിക്കറിയാം എല്ലാവരും അതിനു വേണ്ടിയിട്ട് കാതോർത്തിരിക്കുകയാണെന്ന്. അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും ഞാൻ നീട്ടുന്നില്ല. എന്റെ നിക്ഷിപ്തമായ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ആദ്യമായി നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ അധ്യക്ഷൻ നമ്മുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് ഡോക്ടർ PV ജോസഫ് സാർ. സാറിനെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദമായ സ്വാഗതം ആശംസിക്കുന്നു. വെൽക്കം ജോസഫ് സാർ. അതേപോലെ തന്നെ ഇന്ന് നമുക്ക് ഇവിടെ ചീഫ് ഗസ്റ്റായി എത്തിയിട്ടുള്ളത് മാധവനുണ്ണി സാറാണ്. സാറിന് എല്ലാവർക്കും അറിയാവുന്നതാണ്. സാറിനെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദമായ സ്വാഗതം ആശംസിക്കുന്നു. വെൽക്കം മാധവനുണ്ണി സാർ. അതേപോലെ തന്നെ ഇന്ന് നമുക്ക് നമ്മുടെ റിസോഴ്സ് പേഴ്സൺ ആയിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് അജിത ഉണ്ണി മാം ആണ്. മാമിനെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദമായ സ്വാഗതം ആശംസിക്കുന്നു. വെൽക്കം അജിത ഉണ്ണി മാം. അതേപോലെ തന്നെ ഇന്ന് നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ കോർഡിനേറ്റർ ആയിട്ടുള്ളത് ദീപ്തിയാണ്. ദീപ്തിനെ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദമായ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ KCTTU സഹയാത്രികയുടെ സംസ്ഥാന കോർഡിനേറ്റർ തൗസീൻ മാം ഇവിടെ ഉണ്ട്. മാമിനെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദമായ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ ട്രഷറർ പോൾ പടയാട്ടി സാറിനെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദമായ സ്വാഗതം ആശംസിക്കുന്നു. അതേപോലെ ഇന്നത്തെ റിസോഴ്സ് പേഴ്സൺ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വർക്കി സാറിന്റെ ഇവിടെ. വർക്കി സാറിനെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദമായ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള KCTTU എക്സിക്യൂട്ടീവ് സംസ്ഥാന അംഗങ്ങളെയും അതേപോലെ തന്നെ മറ്റു പല ജില്ലകളിൽ നിന്നും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഈവൻ പുറത്തുനിന്ന് വന്നേക്കുന്ന ആളുകൾ പോലും ഇവിടെ ഉണ്ട്. നിങ്ങളായിരുന്നു ഈ പരിപാടിയുടെ വിജയം. നിങ്ങൾ തന്നെയാണ് ഈ പരിപാടിയുടെ വിജയം. ഈ അവസരത്തിൽ ഞാൻ നിങ്ങൾക്ക് ഏവർക്കും നന്ദി കൂടി രേഖപ്പെടുത്തിക്കൊള്ളുകയാണ്. ഞങ്ങളുടെ ഈ 31ാമത്തെ അധ്യായം ഇവിടെ എത്തിയത് നിങ്ങൾ ഓരോരുത്തരും കാരണമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരെയും KCTTU എറണാകുളത്തിന്റെ പേരിൽ ഹാർദമായ സ്വാഗതം ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ഓവർ ടു ഷീജ മാം. താങ്ക് യു ഫാസിൽ സാർ. ഇന്നിവിടെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് എറണാകുളം KCTTU പ്രസിഡന്റ് ഡോക്ടർ PV ജോസഫ് സാറാണ്. സാറിനെ സ്നേഹാദരവോടെ ക്ഷണിക്കുന്നു. Thank you, Shrija. Respected Chief Guest, Madhavanni sir, today's research person, Mrs. Ajita Unni, KCTTU Ernakulam District General Secretary SF Fasil, Sahayatriga Coordinator Tausin Zakir, Treasurer Paul Padayatti, Kochi Metro Chairman MK Prasad, Program Coordinator Deepthi, Shrija Anil Kumar, Varki sir, KCTTU members, participants from Self-Improvement Hub, Positive Commune, distinguished participants, good evening and welcome to 31st webinar under Uravu series organized by KCTTU Ernakulam District. KCTTU and the full form Kerala Councillors and Trade Union. Only trade union, registered union of counselors and trainers, psychologists. അതിന്റെ സ്റ്റാർട്ടിങ്ങിലാണ്. അതിന്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ജില്ലകളിലും എല്ലാവരും അതിൽ പങ്കുചേരണമെന്ന് ഞങ്ങൾ ഈ അവസരത്തിൽ ആദ്യമായിട്ട് തന്നെ ഞാനൊന്ന് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. വിഷ് യു എ ഹാപ്പി ആൻഡ് പ്രോസ്പെറസ് ന്യൂ ഇയർ. ഈ വർഷത്തെ ആദ്യത്തെ പ്രോഗ്രാമാണ് ഉണ്ണി മാഡത്തിൻ്റെത്. ആരോ അൺമ്യൂട്ട് ചെയ്യാനുണ്ടല്ലോ. ഷീജ മാഡം ഒന്ന് മ്യൂട്ട് ചെയ്തേ കേട്ടോ. ഓക്കെ. അതിന് ചീഫ് ഗസ്റ്റിനെ കുറിച്ച് 2 വാക്ക്.
ചീഫ് ഗസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള വെബിനാറുകളെല്ലാം അദ്ദേഹം സ്ഥിരമായിട്ട് കാണുന്ന, എസ്പെഷ്യലി വെബിനാർസ് ഓഫ് സെൽഫ് ഇംപ്രൂവ്മെന്റ് ഹബ്ബ്, അതെല്ലാ പ്രോഗ്രാമിലും പങ്കെടുക്കുക, ഫുൾ ടൈം അത് പഠിക്കുന്ന ഒരു ഓൾ ടൈം സ്റ്റുഡൻറ്. അതാണ് ലൈഫ് ഓഫ് സ്റ്റുഡന്റ് ഓഫ് ലൈഫ് എന്നാണ് വെച്ചിരിക്കുന്നത്. സാധാരണ നമ്മളെ ഡയറക്ടർ, ചീഫ് ഗസ്റ്റ് എന്നൊക്കെ വലിയ ഇത് പഠിക്കുന്ന വ്യക്തിയാണ്. പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ നേരത്തെ ഇപ്പോൾ അദ്ദേഹം റിട്ടയർഡ് ലൈഫാണ്. അദ്ദേഹം ഫോമർ സോണൽ മാനേജർ ഓഫ് മാനേജർ ലാബ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ സോണൽ മാനേജർ ആയിരുന്നു. ഇപ്പോൾ വളരെ ആക്റ്റീവായിട്ട് ഇത്തരം പ്രോഗ്രാമുകൾ സഹകരിച്ചുകൊണ്ടിരിക്കുന്നു. നല്ല അറിവാണ് അദ്ദേഹത്തിന്. കാരണം ഓരോ വെബിനാർ കഴിയുമ്പോഴും പറയുന്ന ഫീഡ്ബാക്ക് കാണുമ്പോൾ അറിയാം. അതുപോലെ ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ ട്രെയിനേഴ്സും റിസോഴ്സ് പേഴ്സണൊക്കെ ചോദിച്ചാൽ ഉടൻ ഇൻസ്റ്റന്റ് ആയിട്ട് നല്ല മറുപടി, അത് കറക്റ്റ് ആയിരിക്കും. അതതിൻ്റെ ഒരു പ്രത്യേകത. അപ്പൊ അദ്ദേഹത്തെ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ഉറവ് പ്രോഗ്രാമിലേക്ക് അദ്ദേഹത്തെ ഒരിക്കൽ വിളിക്കണമെന്ന് തോന്നി. അദ്ദേഹം വന്നത് വളരെ സന്തോഷമുണ്ട്. താങ്ക് യു മാധവണ്ണി സാർ ഫോർ ആക്സെപ്റ്റിംഗ് അവർ ഇൻവിറ്റേഷൻ ടു ബി ദ ചീഫ് ഗസ്റ്റ്. പിന്നെ ഇന്നത്തെ പ്രോഗ്രാം ഉറവ് നയിക്കുന്നത്, ഇന്നത്തെ വെബിനാർ നയിക്കുന്നത് ഐസ ഉണ്ണി മാഡം നമുക്ക് സുപരിചിതയാണ്. കാരണം ഒരിക്കൽ ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നു. അപ്പോ ഞാൻ അന്ന് കരുതിയിരുന്ന ഒരു ക്ലാസ് എടുക്കാൻ വിളിക്കണം. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയിട്ടുണ്ട്. ബേസിക്കലി ടീച്ചറാണ്, ഭവൻ സ്കൂളിലെ ടീച്ചറാണ് പൊന്നാനിയില്. പക്ഷെ പാഷൻ ലൈസ് ഇൻ ട്രെയിനിങ് ആൻഡ് സൈക്കോളജിയിലൊക്കെയാണ് പാഷൻ ഉള്ളത്. ഒരു എമേർജിങ് ട്രെയിനറാണ്, പാഷനേറ്റ് ആണ്. ഞാൻ കൂടുതലായി പറയുന്നില്ല, കാരണം അത് പറയാൻ വർക്കി സാർ ഇവിടെ റെഡി ആയിട്ടെങ്കിൽ ഇരിക്കുകയാണ്. ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. എല്ലാവർക്കും കൂടി ഈ 31st വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓവർ ടു ഷീജ. അൺമ്യൂട്ട് ചെയ്യ് ഷീജ. ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി വിശിഷ്ട അതിഥിയായി നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് മൈക്രോ ലാബിന്റെ ഫോർമൽ സോണൽ മാനേജറായ മാധവൻ ഉണ്ണി സാറാണ്. ഉദ്ഘാടന പ്രസംഗത്തിനായി ആദരവോടെ സാറിനെ ക്ഷണിക്കുന്നു. മാധവൻ സാറിനെ ക്ഷണിക്കുന്നു. സർ, പ്ലീസ് സർ. Good evening, all of you. Respected President Dr. P.V. Joseph sir, General Secretary Sri S. Fasil sir, State General Secretary Sri Gopakumar, State President Dr. Benjamin Isho, Paul Patati sir, Prasad sir, Varki sir, and Program Coordinator Shija Madam, and Tasin. It's a pleasure to be here amongst you people. ജോസഫ് സാർ പിന്നാലെ നടന്നപ്പോൾ ഞാൻ ഇത്രമാത്രം പ്രതീക്ഷയില്ല. 10-45 പേരായി ഇപ്പൊ തന്നെ. നല്ലൊരു കൂട്ടായ്മയാണത്. ഇത് KCC-TTയുടെ 31ാമത്തെ വെബിനാർ പ്രോഗ്രാമാണ്. അതിൻ്റെ ലക്ഷ്യങ്ങളും പ്രവർത്തന മേഖലകളും അത് കൂടുതൽ ട്രെയിനേഴ്സ് ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടാതെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന് ഒരു പുതിയ സംസ്കാരത്തിന് വഴി തെളിയിക്കട്ടെ എന്ന് ആശംസിച്ചതോടൊപ്പം I'd like to congratulate all office members of this union and wish them a great success and a good 2022 year. I believe more the active members, more an organization functions with its activities. കുറെ ആൾക്കാരുണ്ടായിട്ട് കാര്യമില്ല, ആക്റ്റീവ് മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ. അല്ലെങ്കിൽ ജോസഫ് സാറും കുറച്ച് ആൾക്കാർ ഓടി നടക്കേണ്ടി വരും. In this troubled times, webinars are a boon, especially for a person like me. ചെറുപ്പക്കാരനാണ്, 62 വയസ്സായിട്ടുള്ളൂ, who is in the twilight of the career. I would say I'm in that when I was a period ആണ് നമ്മളൊക്കെ ഉള്ളത്. കാരണം നമ്മൾ കുട്ടികളോട് പറയുന്ന സമയത്ത് when I was in college, when I was in school, when I was having a job എന്ന് പറയുന്ന സമയത്ത് we are termed as when I was specimens. And at this stage I need to relearn or unlearn most of the things I've learned. കാരണം നമ്മൾ പഠിച്ചതിനൊന്നും ഒരു ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ തലയിൽ വെച്ചിട്ട് കൊണ്ട് നടക്കുന്ന ഒരു അവസ്ഥയാണ്. അതൊക്കെ മാറ്റിയിട്ട് ഓരോ ക്ലാസ്സും ഞാൻ അറ്റൻഡ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പുതുമയായ കൾച്ചർ ഞാൻ അറ്റൻഡ് ചെയ്യുക, പുതിയ വാർത്തകൾ, പുതിയ ഇൻഫർമേഷൻസ് കേട്ടോണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് നൗ ഐ റിയലൈസ് ഹൗ little I know after I've got retired and out of the shell of the job and family affairs and newspaper. നമുക്കൊക്കെ എന്തോ അറിഞ്ഞിരിക്കുന്ന ഒരാളാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വെബിനാർ പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്താണ് നമുക്കൊന്നും അറിയില്ല, ഇനിയും കുറെ പഠിക്കാനുണ്ട് നമുക്ക് മനസ്സിലാവുന്നത്. Sitting at home, watching our children and the pace and multitasking,
we realize how fast the world is moving and where we are. Recently, and her daughter-in-law, she made a dish and gave to my son. അവനത് നോക്കിയിട്ട് നമ്മളൊക്കെ ചെയ്യണ പോലെ തന്നെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു, കാൻ യു ഗിവ് മി എ കോംപ്ലിമെന്റ്? അവൻ കുറച്ച് ഉറക്കത്തിന്, അലക്സ ഗീവ് എ ഹൈ വോളിയം അപ്ലോസ് എന്ന് പറഞ്ഞത്. ദ ഹോൾ റൂം സ്റ്റാർട്ടഡ് റിവർബറേറ്റിംഗ് ബിക്കോസ് ഓഫ് ദിസ്. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അലക്സ ക്യാൻ ഡു ദിസ്. നമ്മളൊക്കെ അലക്സന്റെ അടുത്ത് പോയിട്ട് ജാനെ ബി ദോ യാറും പക്കീസയുടെ പാട്ട്, ജോണി മേരൻ നാമിന്റെ പാട്ട് എന്നൊക്കെയാണ് നമ്മൾ പറയാറ്. അപ്പൊ അത് പറയും, old songs will take time, വയസ്സാ കാത്തിരിക്കുന്നു. But this is an inspiration that we come to know that a lot of things we can still learn. ഇത് 31st webinar ആണ്, and the right topic ആണ് bounce back. It's a beautiful topic, especially in this Omicron and COVID times. And what a resource person to tell that. I know Ajita madam will be introduced formally, but ഞാൻ കുറച്ച് കാര്യങ്ങൾ അജിത മാഡത്തിനെ പറ്റിയിട്ട് ഞാൻ പറയാം. ഷീസ് മൈ ക്ലാസ്മേറ്റ്. പേടിക്കണ്ട, അത്ര പ്രായമൊന്നുമില്ല. വി ഹാവ് അറ്റൻഡഡ് ക്ലാസ്സസ് ഇൻ ആൻഡോ മൈക്കൽ സേഴ്സ്, ഇൻ CBT, REBT ആൻഡ് പാരന്റിംഗ് പ്ലംസ്. ഷീസ് വെരി യങ് ആൻഡ് ഷീസ് ലൈക്ക് ജോസഫ് സർ സെഡ്, ഹർ പാഷൻ is training, very committed, and not many of you know, she just overcame a hurdle yesterday. Her dear uncle passed away, and it was cremation had done only today in the morning, but she never postponed. So that is her passion. Our commitment aanu namakadu kannunathu. She said, I will take the classes. That shows the younger generation of people who are going to take classes should learn from this, what is commitment, how to take up things. And though she talks very seriously, she's got a mischievous and a naughty nature, which I know. വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ നല്ല ഭക്ഷണമൊക്കെ തരും, പക്ഷെ നേരത്തെ അറിയിക്കണം. ഇല്ലെങ്കിൽ എനിക്ക് കിട്ടിയ പോലെ ഉള്ളിവട, എനിക്ക് ജോസഫ് സാറിന് കിട്ടിയ പോലെ ഉള്ളിവട മാത്രമേ കിട്ടുള്ളൂ. ഷീ മേക്സ് നല്ല ഉണ്ണിയപ്പം, നല്ല കറിയൊക്കെ ഉണ്ടാക്കും എന്നാണ് കേൾക്കുന്നത്. എനിവേ, നെക്സ്റ്റ് ടൈം വിൽ സീ ദാറ്റ്. And I know that every movement I take will be deducted from her time, so I would not like to take much further time. It's been a great evening. I wish you all happy learning, happy listening, and God bless all of you. Thank you very much, sir. Unmute. അൺമ്യൂട്ട് ആണ്. റിസോഴ്സ് പേഴ്സണായി നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് കൂടിയായ അജിത ഉണ്ണി മാം ആണ്. അജിത മാമിനെ കുറിച്ച് മാധവൻ സാറും ജോസഫ് സാറും ഒക്കെ പറഞ്ഞു. കൂടുതലായിട്ട് പരിചയപ്പെടുത്താൻ നമ്മുടെ വർഗീസ് സാർ ഇവിടെ റെഡിയായി നിൽപ്പുണ്ട്. വർഗീസ് സാർ, സർ പ്ലീസ്. താങ്ക് യു ഷീജ മാം. ബഹുമാന്യരെ, ഇന്നത്തെ നമ്മുടെ റിസോഴ്സ് പേഴ്സൺ നമ്മുടെ അജിത ഉണ്ണി മാം ആണ്. ഭാരതീയ വിദ്യാഭവൻ പൊന്നാനി അവിടുത്തെ ഫിസിക്സ് ടീച്ചറാണ്. 20 വർഷത്തെ ടീച്ചറായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാം ഒരു ട്രെയിനറും കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റും സൈക്കോതെറാപ്പിസ്റ്റും ഒക്കെയാണ്. ഈ മേഖലയിൽ 7 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. മാമിൻ്റെ ഫാമിലി, ഹസ്ബൻഡ് ഉണ്ണികൃഷ്ണൻ എയർഫോഴ്സിൽ നിന്ന് റിട്ടയർ ചെയ്ത അദ്ദേഹമാണ്. ഏകമകൾ അമൃത കാലിക്കറ്റ് സെൻറ് ജോസഫ് ദേവഗിരി സെൻറ് ജോസഫ്സ് കോളേജിൽ BSc പഠിക്കുന്നു. നല്ലൊരു ക്ലാസ് പ്രതീക്ഷിച്ചാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഞാനത് കൂടുതൽ വലിച്ചു നീട്ടിക്കൊണ്ടുപോയി കൂടുതൽ സമയം അപഹരിക്കുന്നില്ല. മാമിനെ ഈ സെഷൻ കൈകാര്യം എടുക്കുന്നതിന് വേണ്ടി വളരെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു. താങ്ക് യു. താങ്ക് യു വർഗീസ് സർ. മാം പ്ലീസ്. താങ്ക് യു ഓൾ. താങ്ക് യു. ഞാൻ ആദ്യം ദൈവത്തിനോട് നന്ദി പറയട്ടെ. ഇവിടെ ഇന്ന് ഈ വേദിയിൽ KCTTUവിന്റെ, ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന KCTTUവിന്റെ ഈ വേദിയിൽ വന്ന് ഒരു സെഷൻ എടുക്കാനുള്ള അവസരം ലഭിച്ചതിൽ അതിയായി അഭിമാനിക്കുന്നു.
ഇവിടേക്ക് എന്നെ വിളിച്ച KCTTU പ്രസിഡന്റ് ജോസഫ് സർ, പോൾ പടയാറ്റി സർ എന്നിവരോട് എന്റെ പ്രത്യേക കടപ്പാട് അറിയിക്കട്ടെ. ഒപ്പം എന്നെയുടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത വർക്കി സാറിന് ഒരുപാട് നന്ദി, സ്നേഹമുള്ള വാക്കുകൾക്ക്. പിന്നെ ഏറ്റവും പ്രിയപ്പെട്ട മാധവൻ ഉണ്ണി സാറിനോട് ഒരുപാട് സ്നേഹവും നന്ദിയും അറിയിക്കട്ടെ. എന്റെ ഈ സെഷൻ കേൾക്കാൻ വേണ്ടി ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന പോസിറ്റീവ് കമ്മ്യൂൺ സെൽഫ് ഇംപ്രൂവ്മെന്റ് കൂട്ടുകാർക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. മാധവൻ ഉണ്ണി സാർ പറഞ്ഞ പോലെ ഞാൻ ഒരു പ്രതിസന്ധിയിലായിരുന്നു ഇന്നലെ വരെ. എൻ്റെ അങ്കിൾ ഇന്നലെയാണ് മരിച്ചത്. അപ്പോ ഈ ഒരു സെഷൻ എന്ത് ചെയ്യണം, മാറ്റി വെക്കണോ വേണ്ടേ എന്നുള്ളത് ഒരു പ്രതിസന്ധി ആയിരുന്നു, ഒരു പ്രതിസന്ധി ഘട്ടമായിരുന്നു, എന്ത് ചെയ്യണം എന്നുള്ള ഒരു കാര്യം. പിന്നെ ഞാൻ തന്നെ തീരുമാനിച്ചു, എന്റെ ടോപ്പിക് തന്നെ എങ്ങനെ പ്രതിസന്ധിയെ അതിജീവിക്കാം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു ടോപ്പിക് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ വരുന്ന ഞാൻ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒരിക്കലും തളർന്നു പോകാൻ പാടില്ല എന്ന് ഞാൻ എന്നെ തന്നെ ഓർമ്മിപ്പിച്ചതിന് ശേഷമാണ് ഞാൻ ഈ സെഷൻ എടുക്കാൻ വന്നതും. ജോസഫ് സാറും ദീപ്തി മാഡം ഒക്കെ എന്നെ വിളിച്ച് ചോദിച്ചതാണ്, മാധവനുണ്ണി സാറൊക്കെ ചോദിച്ചതാണ്, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് പോസ്റ്റ്പോൺ ചെയ്യാം. പക്ഷെ ഇന്ന് ഈ വേദിയിൽ, ഈ വർഷം എനിക്ക് ആദ്യം കിട്ടിയിട്ടുള്ള ഈ വേദിയിൽ ഈ സെഷൻ തീർച്ചയായും അറ്റൻഡ് ചെയ്യണം എന്നുകൂടി എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അതിന് എനിക്ക് അവസരം തന്ന ദൈവത്തിനോട് ഞാൻ നന്ദി പറയട്ടെ. അപ്പൊ നമുക്ക് തുടങ്ങാം. എല്ലാവരും ഒരു സീരിയസ് മൂഡിൽ ഇരിക്കുകയല്ലേ, നമുക്കൊന്ന് റിലാക്സ് ആവാം. ഒരു കടങ്കഥ ചോദിക്കട്ടെ. കുറച്ചു നേരം നമുക്കൊരു കടങ്കഥ പറഞ്ഞിരിക്കാം. കുട്ടിക്കാലത്തൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും, കടങ്കഥ ചോദിച്ചിട്ടും പറഞ്ഞിട്ടും ഉണ്ടാവും. പക്ഷെ വലുതാവുമ്പോൾ നമ്മളൊക്കെ മറന്നിട്ടുണ്ടാവും. എന്നാലും അതൊന്ന് ഓർമ്മിപ്പിച്ചെടുക്കാൻ സിമ്പിൾ ആണ്. അപ്പൊ ടൈപ്പ് ചെയ്താൽ മതി ആൻസർ അറിയുന്നവരൊന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഒന്ന് എല്ലാവരും ഒന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ടാണ്. റെഡിയാണല്ലോ അല്ലെ? ആദ്യത്തെ ചോദ്യം പിടിച്ചോളൂ. ഞെട്ടിയില്ല വട്ടയില. ആരാണ് ആദ്യ ഉത്തരം പറയുന്നോട്ടെ? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ. ആന കേറാമല, ആടു കേറാമല, 1000 കാന്താരി പൂത്തിറങ്ങി. നക്ഷത്രം. ആ വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഓർമ്മയുണ്ട് അല്ലേ? ആ എന്നാ പിടിച്ചോ. കൊച്ചിയിൽ നട്ടത് കൊല്ലത്ത് കായ്ക്കും. മത്തങ്ങ. അതാരാ പറഞ്ഞാലോ? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. എന്നാ പിടിച്ചോ നാലാമത്തെ. ഇതിനാദ്യം ആരാണ് ഉത്തരം പറയാൻ നോക്കട്ടെ. അവർക്കൊരു സംശയം, എന്റെ വക ഒരു സമ്മാനം ഉണ്ട്. പതുക്കെ ഞാൻ പിന്നെ വെർച്വൽ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഞാൻ അയച്ചു തരും. കത്തിച്ചാൽ കെട്ടുപോകും, കെട്ടുപോയാൽ ആളിക്കത്തും. എവിടെ എല്ലാരും പോയാ? ആരും കാണുന്നില്ലല്ലോ. കത്തിച്ചാൽ കെട്ടുപോകും, കെട്ടുപോയാൽ ആളിക്കത്തും. സൈലൻസ്. കോപം. അല്ല അല്ല, അറിയും. ഒരു ക്ലൂ തരാവോ? ക്ലാക്ക് ക്ലാക്ക് ക്ലീ ക്ലീ, നോ ക്ലൂ. കൺഗ്രാചുലേഷൻസ്. ഓക്കെ, തോറ്റല്ലേ? അധികം സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയാണ്. ഇതാണ് നമ്മുടെയൊക്കെ ഒരു പ്രശ്നം. ഒരു ചോദ്യം എടുത്തിട്ട് നമ്മൾ ഒരേ ആംഗിളിലേ നോക്കുള്ളൂ. കത്തിച്ചാൽ കെട്ടുപോകും, അണഞ്ഞു പോലെ കെട്ടുപോകും, കെട്ടുപോയാൽ ആളിക്കത്തും. ക്ലൂ തന്നു. ഇനി പറയാൻ പറ്റുമോ? സോറി, ചൂട്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ചൂട്ട്. സമ്മാനം എനിക്ക് ഉറപ്പേ. ഇതാണ്. താങ്ക്സ് ഫോർ ദ പാർട്ടിസിപ്പേഷൻ. ഞാൻ പറഞ്ഞില്ല, ഇതാണ് നമ്മുടെയൊക്കെ ഒരു പ്രശ്നം. ഏതൊരു പ്രശ്നത്തെയും നമ്മൾ ഒരേ ആംഗിളിൽ കാണാനാണ് ശ്രമിക്കുന്നത്. അത് ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളായാലും. ഒന്ന് കെട്ടുപോയാൽ എല്ലാം തീർന്നു എന്ന മനോഭാവം, അതാണ് പലപ്പോഴും നമ്മളെ തളർത്തുന്നത്.
ഒരുപാട് ആത്മവിശ്വാസത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ പിറന്നു വീഴുന്നത്, ശരിയല്ലേ? എത്രയോ തവണ വീണ ശേഷമാണ് നമ്മളൊക്കെ നടക്കാൻ പഠിക്കുന്നത്. എപ്പോഴെങ്കിലും ഓരോ വീഴ്ചയ്ക്ക് ശേഷവും ഇനി വയ്യ എന്ന് പറഞ്ഞ് നിരാശയോടെ നമ്മൾ പിന്തിരിഞ്ഞിട്ടുണ്ടോ? ഒരിക്കലുമില്ല. വിജയിക്കുന്നവരെ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ വലുതായി കുറെ അറിവൊക്കെ കിട്ടി, തിരിച്ചറിവൊക്കെ ആയി വരുമ്പോഴേക്കും നമ്മൾ വീഴ്ചകളെ ഭയക്കാൻ തുടങ്ങുന്നു, തോൽവികളെ ഭയക്കാൻ തുടങ്ങുന്നു, തളർച്ചകളെ ഭയക്കാൻ തുടങ്ങുന്നു. ജീവിതത്തിൽ അവിചാരിതമായി എല്ലാം തീർന്നു എന്ന് തോന്നുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കാം. പക്ഷേ ആ ഒരു നിമിഷത്തിൽ പോലും ഒരു പന്തിനെ പോലെ ദൂരെ നിന്ന് എറിഞ്ഞാൽ പൂർവാധികം ശക്തിയോടെ തെറിച്ചുയരുന്ന ഒരു പന്തിനെ പോലെ തിരിച്ചു വരാനുള്ള ശക്തി നമ്മളുടെ എല്ലാം ഉള്ളിലുണ്ട് എന്നുള്ള കാര്യം നമ്മൾ എന്നും ഓർക്കണം. ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് മുമ്പിലും ശാസ്ത്രത്തിന്റെ നിഗമനങ്ങൾക്ക് മുമ്പിലും തോൽക്കില്ലെന്ന ഉറച്ച മനോഭാവത്തോടെ ജീവിതത്തോട് പൊരുതിക്കൊണ്ടിരിക്കുന്ന, തുടർച്ചയായി വിജയം കൈവരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തട്ടെ. ഞാൻ എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാണ്. പ്ലീസ് ലെറ്റ് മീ ഷെയർ മൈ സ്ക്രീൻ. ഷെയർ ചെയ്യാൻ അറിയാം. ഷെയർ ചെയ്തോളൂ. കോഹോസ്റ്റ് അല്ലേ? ആവാലോ. ഷെയർ പിക്ചർ എടുത്തിട്ടേ ആ ഷെയർ സ്ക്രീൻ കൊടുത്താൽ മതി. സ്ക്രീൻ കാണുന്നുണ്ടോ? ആ, മൊബൈൽ വന്നു. ഓക്കെ. ഈ വ്യക്തിയെ നിങ്ങൾ ആരെങ്കിലും ഈ വ്യക്തിയെ അറിയുമോ? ഈ വ്യക്തി, എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം വരുന്ന ഈ വ്യക്തി ഇന്നത്തെ ഈ സെഷൻ അറ്റൻഡ് ചെയ്യാൻ ഇവിടെ ജോയിൻ ചെയ്തു എന്നുള്ളതാണ്. നമ്മുടെ കൊച്ചു കേരളത്തിലെ ഒരു സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. കാസർഗോഡുള്ളതാണോ? അല്ല, ഇദ്ദേഹത്തിന്റെ പേരാണ് ശ്രീ വിവേക് വിജയൻ. ഇന്നത്തെ കേൾക്കുന്നില്ലേ? കേൾക്കാം. യെസ് മാം, കേൾക്കാം. വിവേക് വിജയൻ, ഇദ്ദേഹത്തിന്റെ മുത്തശ്ശനെ നമുക്ക് എല്ലാവർക്കും നല്ല പരിചയമുണ്ട്. അടുത്തിടെ അന്തരിച്ച ആയുർവേദ ആചാര്യൻ എന്നറിയപ്പെടുന്ന കോട്ടയ്ക്കലിലെ മുൻ മാനേജിംഗ് ട്രസ്റ്റിയായ ആദരണീയനായ ഡോക്ടർ PK വാര്യരുടെ കൊച്ചുമകനാണ് വിവേക്. ജനിച്ച് 1.5 വയസ്സ് വരെ വിവേകിന്റെ ജീവിതം സാധാരണ നിലയിലായിരുന്നു. എന്നാൽ അതിനുശേഷം ബാധിച്ച സ്പൈനൽ മസ്കുലാർ അട്രോഫി, മസിലുകൾ ക്ഷയിച്ചു പോകുന്ന ആ രോഗം പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം ചക്രക്കസേരയിലായി മാറ്റി. എന്നാലും തളരാത്ത ഒരു മനസ്സ് വിവേകിനുണ്ടായിരുന്നു. അടുത്തിടെ പൂനെയിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ ലിറ്റററി ഫെസ്റ്റിവലിൽ വിവേകിന്റെ ഐ ലൈ ഇൻ വെയിറ്റ് എന്ന മനോഹരമായ ഒരു ക്രൈം ത്രില്ലർ പബ്ലിഷ് ചെയ്യലുണ്ടായി. അതിലേറ്റവും ശ്രദ്ധേയമായ വാക്യം അതിന്റെ ഡെഡിക്കേഷൻ തന്നെയാണ്. വിവേക് തന്റെ പുസ്തകം ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് തനിക്ക് തന്നെയാണ്. ടു മീ വേർ റിസൈഡ്സ് ദ യൂണിവേഴ്സ്. അതെ, വിവേകിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചം മുഴുവനും കുടികൊള്ളുന്നത് തന്റെ ഉള്ളിൽ തന്നെയാണ്. ഇന്ന് വിവേക് കൈവയ്ക്കാത്ത മേഖലകളില്ല. ഇംഗ്ലീഷ്, മലയാളം, സംസ്കൃതം, ഭാഷ, സാഹിത്യം അരച്ചു കലക്കി കുടിച്ചിരിക്കുന്നു. കൂടാതെ ഒരുപാട് വിദേശ ഭാഷകളിലുമുള്ള പരിജ്ഞാനം. സംസ്കൃത പണ്ഡിതൻ, വേദോപനിഷത്തിൽ അഗ്രഗണ്യൻ, ജ്യോത്സ്യൻ, മാത്രമല്ല നല്ല ഒരു മോട്ടിവേഷണൽ സ്പീക്കറും കൂടിയാണ് വിവേക്. താൻ ജ്യോത്സ്യം പഠിക്കുന്നത് തന്റെ ഭാവി എങ്ങനെ എന്ന് അറിയാൻ വേണ്ടിയല്ല, നിർണയിക്കാൻ വേണ്ടിയല്ല, തന്റെ ഭാവി എങ്ങനെ നിർമ്മിച്ചെടുക്കാം, സ്വയം നിർമ്മിച്ചെടുക്കാം എന്ന് അറിയാൻ വേണ്ടിയാണെന്നാണ് വിവേക് പറയുന്നത്. 1.5 വയസ്സിൽ തന്നെ ചക്രക്കസേരയിൽ ഉപേക്ഷിച്ചു പോയ കാലത്തെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് വിവേക് പറയുന്നു, പ്രതിസന്ധികളിൽ ഒരിക്കലും തളർന്നു പോകരുത്.
അത് നമ്മളെ ഓരോ ദിവസവും ഉരച്ച് മിനുക്കി കൂടുതൽ തിളക്കമുള്ളതാക്കുന്ന ഉരകല്ലുകളായിട്ടാണ്, വെച്ച് സ്റ്റോൺസ് ആയിട്ടാണ് അതിനെ കണക്കാക്കേണ്ടത്. വിവേക് ഈ സെഷനിൽ വന്നിട്ടുണ്ട്. വിവേകിനെ പോലെ ഒരുപാട് പേരുണ്ട് നമ്മൾ അറിയാതെ ഈ ലോകത്തോട് പൊരുതി, ജീവിതത്തോട് പൊരുതി വിജയങ്ങൾ മാത്രം കൊയ്തുകൊണ്ട് നമുക്ക് മാതൃകയാകുന്നവർ. അവർക്ക് വേണ്ടി ഞാൻ എൻ്റെ ഇന്നത്തെ സെഷൻ സമർപ്പിക്കട്ടെ. നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഒരു പ്രത്യേക ദൗത്യത്തോടു കൂടിയാണ്, ശരിയല്ലേ? ഒരു പുൽക്കൊടി പോലും ഇവിടെ വെറുതെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ജീവിതത്തിന്റെ അർത്ഥം അറിയാതെ നിഷ്ക്രിയരായിരുന്നാൽ പ്രത്യേകിച്ച് ഒരു പ്രശ്നത്തെയും നേരിടേണ്ടി വരില്ല. എന്നാൽ ലക്ഷ്യബോധത്തോടുകൂടി സാർത്ഥകമായ ഒരു ജീവിതം നയിക്കാൻ തയ്യാറായവരെ കാത്ത് ഓരോ പടവിലും ഒരുപാട് പ്രശ്നങ്ങൾ കാത്തിരിക്കുന്നുണ്ടാവും. അവയെ നാം എങ്ങനെ നേരിടുന്നു, അതിലാണ് നമ്മുടെ വിജയം ഉരുകൊള്ളുന്നത്. മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ പറഞ്ഞിട്ടുണ്ട്, ദ അൾട്ടിമേറ്റ് മെഷർ ഓഫ് എ മാൻ ഇസ് നോട്ട് വേർ ഹി സ്റ്റാൻഡ്സ് ഇൻ ദ മൊമെന്റ്സ് ഓഫ് കംഫർട്ട് ആൻഡ് കൺവീനിയൻസ്, ബട്ട് ഹി സ്റ്റാൻഡ്സ് ഇൻ ദ മൊമെന്റ്സ് ഓഫ് ചാലഞ്ചസ് ആൻഡ് കോൺട്രവേഴ്സീസ്. നമുക്കൊക്കെ ഈ ലോകത്ത് പ്രതീക്ഷിക്കാവുന്നത് എന്താ? നാളെ തീർച്ചയായും പ്രതീക്ഷിക്കാവുന്ന കാര്യം എന്താണ്? അപ്രതീക്ഷിതങ്ങൾ മാത്രമാണ്, അല്ലെ? എന്തൊക്കെയാണ് ഭാവി നമുക്ക് വേണ്ടി കരുതി കൂട്ടി വെച്ചിരിക്കുന്നതെന്ന് ആർക്കറിയാം? അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യത്തിൽ അവയെല്ലാം നേരിടാൻ നമുക്ക് നമ്മളെ തന്നെ സജ്ജരാക്കേണ്ടതുണ്ട്. അതെങ്ങനെ എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ പോകുന്നത്. ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഒന്നല്ലെങ്കിൽ ഒന്നായി വന്നുകൊണ്ടിരിക്കും. പണ്ടൊരിക്കൽ ഒരു യുവാവ്, എന്നും അദ്ദേഹത്തിന് പ്രശ്നമാണ്. ജീവിതത്തിൽ പ്രശ്നങ്ങളേ ഉള്ളൂ. ഒന്ന് കഴിയുമ്പോഴേക്കും അടുത്തത്, അത് കഴിയുമ്പോഴേക്കും വേറെ ഒന്ന്. എന്ന് നോക്കിയാലും മുഖം സങ്കടമായിട്ട്. ഈ കുട്ടികൾക്ക് ഹാജ്മുള ക്യാൻഡി കൊടുത്ത അവരുടെ മുഖഭാവം കണ്ടിട്ടോ? ഇങ്ങനെയിരിക്കും. അതാണ് എപ്പോഴും യുവാവിന്റെ ഭാവം. അതിനെനിക്ക് സൈ കേട്ട് അദ്ദേഹം ഗ്രാമത്തിലെ ഒരു ഗുരുവിനെ കാണാനായി പോയി. ഗുരുവിനെ കണ്ട് തന്റെ സങ്കടം ഉണർത്തിച്ചു. അങ്ങ് എന്നെ സഹായിക്കണം, എനിക്ക് ജീവിക്കാനേ ആഗ്രഹമില്ല, എന്നും പ്രശ്നങ്ങൾ, എനിക്ക് മാത്രം എന്നും പ്രശ്നങ്ങൾ. ഗുരു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ വിഷമിക്കണ്ട, നാളെ ഞാൻ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരാം. എനിക്ക് അത്യാവശ്യമായി അടുത്ത ഗ്രാമം വരെ ഒന്ന് പോകേണ്ടതുണ്ട്, നാളെ രാവിലെ തിരിച്ചു വരുള്ളൂ, അത് കഴിഞ്ഞാൽ നിന്റെ പ്രശ്നത്തിന് പരിഹാരം ഞാൻ ഉണ്ടാക്കി തരാം. യുവാവ് സമ്മതിച്ചു. പക്ഷെ ഒരു കാര്യം നീ ചെയ്യണം, എനിക്ക് 100 പശുക്കളുണ്ട്, അവ മേയാൻ പോയിരിക്കുക, സന്ധ്യയോടുകൂടി തിരിച്ചെത്തും, വന്നു കഴിഞ്ഞാൽ അവയെല്ലാം തൊഴുത്തിലാക്കി എല്ലാറ്റിനെയും ഒന്ന് ഒരു ഭാഗത്ത് ഇരുത്തണം. എല്ലാവരും ഇരുത്തി കഴിഞ്ഞാൽ പിന്നെ നിനക്ക് പോയി കിടന്നു, സുഖമായി കിടന്നു. തൊട്ടപ്പുറത്ത് തന്നെ ഒരു മുറിയുണ്ട്. യുവാവ് സമ്മതിച്ചു. എന്തുകൊണ്ടെന്നാൽ നാളെ രാവിലെ വരെയല്ലേ തന്റെ പ്രശ്നങ്ങളുള്ളൂ, അതോടെ തന്റെ പ്രശ്നങ്ങളെല്ലാം തീരാൻ പോവല്ലേ. അതുകൊണ്ട് ഗുരു പറഞ്ഞ എന്ത് കാര്യവും സമ്മതിക്കാൻ തയ്യാറായിരുന്നു. ഗുരു പോയി. സന്ധ്യ ആയപ്പോഴേക്കും പശുക്കൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വരാൻ തുടങ്ങി. യുവാവ് അതെല്ലാം തൊഴുത്തിലേക്കാക്കി ഇരുത്താൻ തുടങ്ങി. ചിലത് നടന്ന ക്ഷീണത്തില് തൊഴുത്തിൽ കയറിയതും ഇരുന്നു. വേറെ ചിലതിനോടൊന്ന് നിർബന്ധിക്കേണ്ടി വന്നു. മൂന്നാമതൊരു കൂട്ടരുണ്ട്, നല്ല നിർബന്ധിച്ച് തന്നെയാണ് അത് ഇരുന്നുള്ളൂ. ഇങ്ങനെ ഓരോരുത്തരെ ഇരുത്തി ഒരറ്റത്തുനിന്ന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഒരു കൂട്ടർ ഇങ്ങനെ ഇരിക്കുക, നെഞ്ചു വിരിച്ചിങ്ങനെ നിൽക്കുക. എന്നെ ഇരുത്താൻ വന്നവൻ നീ ആരടാ എന്നുള്ള പക്ഷം. എന്ത് തന്നെ ചെയ്തിട്ടും അവ ഇരിക്കാൻ കൂട്ടാക്കില്ല. സമയം രാത്രി 12 മണി കഴിഞ്ഞു. യുവാവിന് ഉറക്കം വരാൻ തുടങ്ങി. എന്ത് ചെയ്യാം? ഉറങ്ങാൻ പറ്റുമോ? ഇവയൊക്കെ ഇരുത്തിയതിന് ശേഷമല്ലേ ഉറങ്ങാൻ പറ്റുള്ളൂ. കുറെ കഴിഞ്ഞ് ഒരു 1 മണി 2 മണി ആയപ്പോഴേക്കും അവ തന്നെ ഇരുന്നു. ഹാവൂ, ഇനിയൊന്ന് സുഖമായി ഉറങ്ങുന്നു, വിശ്രമിക്കാലോ പറഞ്ഞിരിക്കുമ്പോഴാ ആദ്യം ഇരുന്നവരെല്ലാം ഉഷാറായി എഴുന്നേൽക്കാൻ തുടങ്ങി. യുവാവിന് ദേഷ്യം വന്നു. അവ പിടിച്ചിരുത്തി. ഒരുവിധം ഇരുത്തിയപ്പോഴേക്കും അവ പിന്നെ നല്ല അനുസരണ ഉള്ളതാണ് ഇരുത്തി. അപ്പോഴേക്കും അടുത്തത്, അന്നിനെ ഇരുത്തുമ്പോഴേക്കും അടുത്തത്, ഒരു ഭാഗത്ത് നിന്ന് ഇരുത്തുമ്പോഴേക്കും അടുത്തത്, അപ്പുറത്തുനിന്നാ പൊന്തി ഇപ്പുറത്ത് നിറച്ച്. ആകെ പ്രശ്നം. ചുരുക്കം പറഞ്ഞാൽ രാത്രി ഒരു പോള കണ്ണടയ്ക്കാൻ ആ യുവാവിന് പറ്റിയില്ല. അങ്ങനെ നേരം വെളുത്തു. യുവാവ് വന്നു, ഗുരു വന്നു. ഗുരു യുവാവിനോട് ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു കുഞ്ഞെ? ഉറക്കമൊക്കെ സുഖമായോ? നടന്ന കാര്യമെല്ലാം
അക്ഷോഭ്യനായി തന്നെ പറഞ്ഞു. എന്നുവെച്ചാൽ തന്റെ പ്രശ്നത്തിന് പരിഹാരം തരേണ്ട ആളാണ്, ദേഷ്യപ്പെടാൻ പാടില്ലല്ലോ, ദേഷ്യം വരുന്ന വർഷം അങ്ങനെ വരുന്നുണ്ടെങ്കിൽ പോലും ഒന്നും പുറത്ത് കാണിക്കാതെ പറഞ്ഞു. യുവാവ് ഗുരു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ കാര്യം. ഒന്ന് തീരുമ്പോഴേക്കും വേറൊന്ന്, അത് തീരുമ്പോഴേക്കും മറ്റൊന്ന്, ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അവയെ തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയാലോ അവയെല്ലാം ഇങ്ങനെ ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കും. എന്നാൽ അവയെ ശ്രദ്ധിക്കാതെ മൈൻഡ് ചെയ്യാതിരുന്നാലോ ഗൗനിക്കാതിരുന്നാലോ അതെല്ലാം അതിന്റെ സമയമാകുമ്പോൾ തന്നെ പോയിക്കൊള്ളും. ഇതാണ് പറഞ്ഞത്. പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരു അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്, വന്നുകൊണ്ടേയിരിക്കും. അതില്ലാത്തൊരു ജീവിതം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങൾക്കിടയിൽ എങ്ങനെ നമുക്ക് ജീവിക്കാം എന്നതിനെ കുറിച്ച് നോക്കാം. അതിനുമുമ്പ് എന്തൊക്കെ തരത്തിലുള്ള പ്രതിസന്ധികളെയാണ്, പ്രതികൂല സാഹചര്യങ്ങളെയാണ് നമുക്ക് നേരിടേണ്ടി വരുന്നത് നോക്കാം. പ്രധാനമായിട്ടും 5 തരത്തിലുള്ളതാണ്. ആദ്യത്തെ ഫിസിക്കൽ അഡ്വേഴ്സിറ്റീസ്. ആരുടെയോ ഒരു മൈക്ക്, എക്സ്ക്യൂസ് മീ, ഏതോ ഒരു മൈക്ക്. താങ്ക് യു. ഫിസിക്കൽ അഡ്വേഴ്സിറ്റീസ് ജന്മനായുള്ള ശാരീരിക വൈകല്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും മാരക രോഗത്തെ തുടർന്നോ ഒരു അപകടത്തെ തുടർന്നോ ശരീരത്തിനുണ്ടാവുന്ന ബലഹീനതകൾ ഉയർത്തുന്ന പ്രതിസന്ധികളാണ് ഈ കൂട്ടത്തിൽ പെടുന്നത്. പിന്നെ മെന്റൽ അഡ്വേഴ്സിറ്റീസ്, മാനസികമായ ആഘാതങ്ങളാവാം, മനസ്സിന് ഉള്ള മാനസികമായ പ്രശ്നങ്ങളായിരിക്കാം, വൈകാരിക പ്രശ്നങ്ങളായിരിക്കാം. ഇതെല്ലാം ഒരുപാട് പ്രതിസന്ധികൾ ഉയർത്താറുണ്ട്. മൂന്നാമത്തെ വിഭാഗമാണ് സോഷ്യൽ അഡ്വേഴ്സിറ്റീസ്. മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണെന്നറിയാലോ. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുമായി ഇടപഴകി ജീവിക്കാനുള്ള ബുദ്ധിമുട്ട് പലപ്പോഴും പ്രതിസന്ധി ഉയർത്താറുണ്ട്. നാലാമത്തേതാണ് ഫിനാൻഷ്യൽ അഡ്വേഴ്സിറ്റീസ്. നമുക്കൊരു വിചാരമുണ്ട് പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ സാമ്പത്തിക പ്രതിസന്ധി മാത്രമേ ഉള്ളൂ എന്നുള്ളത്. അത് പ്രബലമായിട്ടുള്ള പ്രതിസന്ധി തന്നെയാണ്, എങ്കിലും എല്ലാം ഒരുപോലെ പ്രാധാന്യമുള്ളതാണ്. അവസാനത്തേതാണ് എക്സിസ്റ്റൻഷ്യൽ അഡ്വേഴ്സിറ്റി. എന്ന് വെച്ചാൽ സലീം കുമാറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലുള്ള ഒരു ജീവിതം. എല്ലാം ഉണ്ടായിട്ടും എന്തിന് ഞാൻ ജീവിക്കുന്നു, അർത്ഥമില്ലാത്ത, ഒരു ലക്ഷ്യമില്ലാത്ത, ഒരു പർപ്പസ് ഇല്ലാത്ത ഒരു ജീവിതം നയിക്കേണ്ടി വരുന്ന അവസ്ഥ. എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടായിട്ടും എന്തിനാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ള ഒരു ബോധമില്ലായ്മ. ഇവരുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് പേർ ഇപ്പോൾ ഈ ഒരു പ്രതിസന്ധിയിലുണ്ട്, നമ്മളെ തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം. ഇവരെ സംബന്ധിച്ചോളം അവരുടെ ജീവിതം ഒരു ആർട്ട് ഫിലിം പോലെ. ആർട്ട് ഫിലിമിന്റെ കഥാപാത്രങ്ങൾ എങ്ങനെയാണെന്ന് അറിയാലോ. ആർട്ട് ഫിലിം കാണാറുണ്ട്. ഇപ്പൊ കുറെ ആയിട്ട് ആർട്ട് ഫിലിം ഒന്നും അങ്ങനെ ഇറങ്ങുന്നില്ല. എന്നാലും ആർട്ട് ഫിലിമിൽ എങ്ങനെയാ കഥാപാത്രങ്ങളുടെ സംസാരം എങ്ങനെയാ? ആരാ മനസ്സിലായില്ല. ഉത്തരം വരുന്ന 2 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും. ഞാൻ ആരാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. കഴിഞ്ഞു, സിനിമ ഏകദേശമൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. ഇത്തരത്തിലുള്ള ഒരു ജീവിതം, ഒരു കമ്മ്യൂണിക്കേഷനോ ആരുമായി സംസാരമൊന്നും ഇല്ലാതെ ഇങ്ങനെ ഒരു ജീവിതം നയിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇത്തരം പ്രതിസന്ധികളെല്ലാം, ഈ 5 തരത്തിലുള്ള പ്രതിസന്ധികളെയും നേരിടേണ്ടി വരുന്ന ഒരു കാലഘട്ടമാണ് നമുക്ക് മുന്നിലൂടെ കടന്നു പോയത്. പോയിക്കൊണ്ടിരുന്നു എന്ന് പറയാൻ പറ്റില്ല, ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കോവിഡ് മഹാമാരി ഉയർത്തിയ പ്രതിസന്ധി ചില്ലറയൊന്നുമല്ല. ശാരീരിക പ്രതിസന്ധി ഉണ്ടായിരുന്നില്ലേ? നല്ല ഞെളിഞ്ഞ് നടന്നിരുന്ന, ഒന്നും വരില്ല എന്ന് പൂസാതെ നടന്നിരുന്ന ആൾക്കാർ പോലും കോവിഡ് വന്ന് ശ്വാസം വലിക്കാൻ ബുദ്ധിമുട്ടായിട്ട്, അത് കോവിഡ് വന്നവർക്കേ അറിയുള്ളൂ ശ്വാസം വലിക്കാനുള്ള ബുദ്ധിമുട്ട് എത്രത്തോളമാണ്. ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിനെപ്പറ്റി പറയുന്നത്. അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള പ്രതിസന്ധി. നമ്മുടെ ഗ്രൂപ്പുകളിൽ തന്നെ നോക്കി അറിയാം, ഓരോ ദിവസവും നമുക്ക് അടുത്ത പരിചയമുള്ള ഒരാളെങ്കിലും ഒരു ഒബിച്വറി, ചരമ വാർത്ത നമ്മൾ അറിയുന്നുണ്ടാവും. അവരെ ഒന്ന്, വേണ്ടപ്പെട്ടവരുടെ വിയോഗം താങ്ങാൻ പറ്റാത്ത ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ അവരെ ഒന്ന് അവസാനമായി ഒരു നോക്ക് കാണാൻ പറ്റാത്ത പ്രശ്നങ്ങൾ, ഇതെല്ലാം ഈ കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ്. അതുപോലെ സോഷ്യൽ, ലോകം മുഴുവൻ അറമ്മാദിച്ച് നടന്നിരുന്ന നമ്മൾ, നമ്മുടെ റൂട്ട് മാപ്പ് അടുക്കള ബെഡ്റൂം ഹോൾ, അടുക്കള ബെഡ്റൂം ഹോൾ, ഇടയ്ക്കൊന്ന് മാറിയിട്ട് ഒരു ബാത്റൂം വരെ ഒന്ന് പോകും. അത്രയ്ക്ക് നമ്മൾ ചുരുങ്ങിപ്പോയി. ഫിനാൻഷ്യൽ അഡ്വേഴ്സിറ്റിയെ പറ്റി പറയേണ്ടതില്ല. ഒരുപാട് പേര് ജോലി നഷ്ടപ്പെട്ടിട്ട് ഒരുപാട് പേർ സാമ്പത്തിക പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്.
പിന്നെ എക്സിസ്റ്റൻഷ്യൽ അതുണ്ട്. എന്തിനാണ് ഇങ്ങനെ ഒരു കൊറോണ കാലം? എന്താണ് ഇത്? എന്ന് തീരും? ഇനി പഴയ പോലെ എങ്ങാനും ആവോ? എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതം മുന്നോട്ട് പോകുന്നത്? ആരെയും കാണാൻ പറ്റില്ല, എവിടെയും പോകാൻ പറ്റില്ല, ഒന്നും സന്തോഷിക്കാൻ പറ്റുന്നില്ല. അപ്പോ ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ, നമ്മൾ വിചാരിക്കുന്നുണ്ടാവും ഈ കോവിഡ് അങ്ങോട്ട് തീർന്നു കിട്ടിയാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരുന്നു. വെറുതെയാണ്. അപ്പോ നമ്മൾക്ക് നേരിടേണ്ടി വരുന്ന പുതിയ പ്രശ്നങ്ങളായിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങൾക്കിടയിൽ ജീവിക്കാൻ നമുക്ക് നമ്മളെ എങ്ങനെ സജ്ജരാക്കാം? അതിന് നാം നേടിയിരിക്കേണ്ട കഴിവ്, അതിനെ കാണിക്കുന്ന ഒരു സ്കോറാണ് AQ, അഡ്വേഴ്സിറ്റി കോഷ്യന്റ്. നമ്മൾ സാധാരണ വ്യക്തികളെ അളക്കുന്നത് അവരുടെ IQ അല്ലെങ്കിൽ EQ ഒക്കെ നോക്കിയിട്ടാണ്. IQ, EQ ഒക്കെ വേണ്ടത് തന്നെ. എന്നാൽ അതിനും അപ്പുറം ഒരു വ്യക്തിയുടെ ജീവിത വിജയം നിശ്ചയിക്കുന്നത് ആ വ്യക്തിക്ക് ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളെ എങ്ങനെ നേരിടാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതായത് ആ വ്യക്തിയുടെ AQ എത്രത്തോളം ഉണ്ട് അതനുസരിച്ച്. അതുകൊണ്ട് തന്നെ നമ്മുടെ AQ എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നതിനെ കുറിച്ചാണ് ആലോചിക്കേണ്ടത്. ഉയർന്ന AQ ഉള്ള ഒരു വ്യക്തി ഏത് സാഹചര്യവുമായും പെട്ടെന്ന് പൊരുത്തപ്പെടും, ഏത് സാഹചര്യത്തിലും സംയമനത്തോടെ പെരുമാറും, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ജീവിതത്തിൽ മുഴുവൻ നിലനിർത്താൻ അവർക്ക് സാധിക്കും. വ്യക്തികളെ അവരുടെ AQവിന്റെ അടിസ്ഥാനത്തിൽ 3ആയി തരംതിരിക്കാം. പണ്ട് ടൈറ്റാനിക് കപ്പൽ അപകടത്തിൽപ്പെടുന്ന സമയത്ത് അതിന് സമീപത്തോടുകൂടി 3 കപ്പലുകൾ പോകുന്നുണ്ടായിരുന്നു. തൊട്ടടുത്തുകൂടെ പോയിരുന്ന ഒരു കപ്പലാണ് സാംസൺ. കുറച്ചുകൂടെ അപ്പുറത്ത് ഒരു 14 നോട്ടിക്കൽ മൈൽ അകലെയായി കാലിഫോർണിയൻ എന്നൊരു കപ്പലും, കുറച്ചുകൂടി ദൂരെ 58 നോട്ടിക്കൽ മൈൽ അകലെയായി കാർപ്പാത്തിയ എന്നൊരു കപ്പലും സഞ്ചരിച്ചുകൊണ്ടിരുന്നു. ഇതിൽ സാംസണിലെ ക്യാപ്റ്റൻ തൊട്ടടുത്ത് തന്നെ ഒരു കപ്പൽ അപകടത്തിൽ പെട്ടു എന്ന് അറിഞ്ഞുവെങ്കിൽ പോലും അവിടേക്ക് പോയാൽ തന്റെ കാര്യം കൂടി, തന്റെ കപ്പലിന്റെ കാര്യം കൂടെ പ്രശ്നത്തിലാവും എന്ന് മനസ്സിലാക്കി തന്റെ കപ്പലിന്റെ ഗതി അങ്ങ് ആരോടും പറയാതെ പതുക്കെ ഗതി അങ്ങട് മാറ്റിവിടുകയാണ് ചെയ്തത്. എന്നാൽ രണ്ടാമത്തെ കപ്പലിലായ കാലിഫോർണിയയിലെ ക്യാപ്റ്റൻ കണ്ടു, മനസ്സിലാക്കി, റേഡിയോ സന്ദേശം വഴിയും കപ്പലിൽ നിന്ന് ഉയർന്ന ഫ്ലെയർ വഴിയും തിരിച്ചറിഞ്ഞു തൊട്ടടുത്ത് തന്നെ ഒരു കപ്പൽ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടെന്ന്. പക്ഷെ ഈ വെളിച്ചമില്ലാത്ത രാത്രിയിൽ മഞ്ഞിന് പാളികൾക്കിടയിലൂടെ പോയാൽ അത് കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണെന്ന് മനസ്സിലായി ക്യാപ്റ്റൻ ഒന്നും മിണ്ടാതെ തന്റെ ക്യാബിനിൽ പോയി സുഖമായി വിശ്രമിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ വളരെ ദൂരെ സഞ്ചരിക്കുകയായിരുന്ന കാർപ്പാത്തിയ എന്ന കപ്പലിലെ അവർക്ക് പ്ലെയർ ഒന്നും കാണാൻ പറ്റിയില്ല. പക്ഷെ റേഡിയോ സന്ദേശം വഴി തിരിച്ചറിഞ്ഞു തൊട്ടടുത്തല്ല ദൂരെ എവിടെയോ ഏതോ ഒരു കപ്പൽ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടെന്ന്. ക്യാപ്റ്റൻ ഉടനെ കപ്പലിലെ ജീവനക്കാരെ എല്ലാം വിളിച്ചുകൂട്ടി. കുറച്ചു നിമിഷം അവർ പ്രാർത്ഥിച്ചു. എന്നിട്ട് കൂരിരുട്ടിലൂടെ തന്റെ കപ്പലിനെ ആ മഞ്ഞ പാളികൾക്കിടയിലൂടെ പായിച്ചു വിടാനുള്ള നിർദ്ദേശം നൽകി. അന്ന് അവരുടെ ശ്രമഫലമായി 705 പേരുടെ ജീവനാണ് രക്ഷിക്കാൻ സാധിച്ചത്. ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടത്തിലും ഇത്തരത്തിൽ പെരുമാറുന്ന 3 കൂട്ടരെ നമുക്ക് കാണാം. ആദ്യത്തെ വിഭാഗം ക്വിറ്റേഴ്സ്. പ്രശ്നങ്ങളെ ഒന്നും നേരിടാൻ കാത്തു നിൽക്കാതെ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുവർ. ഇവിടെ AQ ബിലോ ആവറേജ് ആയിരിക്കും. പ്രശ്നങ്ങളെ നേരിടാൻ പോലും അവർക്ക് സാധിക്കില്ല. ഒരു പ്രശ്നം വന്നാൽ അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താ? തോമസ് വിട്ടോടാ. ഇങ്ങനെ ഒഴിഞ്ഞു മാറി ജീവിതകാലം മുഴുവൻ കഴിച്ചു. ജോലിക്കാരാണെങ്കിലോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ക്വിറ്റേഴ്സിന് ഗവൺമെന്റ് ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ ജോലിയൊക്കെ കിട്ടും, അവർക്ക് ജോലി കിട്ടാനും പ്രശ്നമൊന്നുമില്ല. പക്ഷെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ 30 വയസ്സാകുമ്പോഴേക്കും അവര് റിട്ടയർ ആവും മനസ്സുകൊണ്ട്. ബാക്കിയുള്ള കാലം മുത്തപ്പന്റെ വണ്ടി പോണോടത്തോളം പോട്ടെ എന്നൊരു ആറ്റിറ്റ്യൂഡിൽ അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കും. എന്നാൽ രണ്ടാമത്തെ കൂട്ടർ അവർക്ക് ആവറേജ് ആയിട്ടുള്ള AQ ഒക്കെ ഉണ്ട്. പക്ഷേ അവർക്ക് റിസ്ക് എടുക്കാനൊന്നും ധൈര്യമില്ല. കഠിനമായി പരിശ്രമിക്കും. ജീവിതത്തിൽ ഒരു സെറ്റിലായിരുന്നവരെ അവർ കഠിനമായി പരിശ്രമിക്കും. അവര് വളരെ ജീവിതം ആസ്വദിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ക്യാമ്പ് ചെയ്യാനാണ് ഇഷ്ടം. ക്യാമ്പേഴ്സ്, റിലാക്സ് ചെയ്യാനാണ് ഇഷ്ടം. പിന്നെ പ്രശ്നങ്ങൾ വന്നാൽ കണ്ടില്ലെന്ന് നടിക്കും. ഒട്ടകപ്പക്ഷി നയം. ഒട്ടകപ്പക്ഷിക്ക് ഒരു പ്രശ്നമുണ്ട്.
വല്ലാതെ പ്രശ്നം വരുന്ന സമയത്ത് അതിന്റെ നീള കഴുത്ത് മണ്ണിലേക്ക് അങ്ങോട്ട് താഴ്ത്തി തല അങ്ങോട്ട് മണ്ണിലേക്ക് കുഴിയിലങ്ങ് വെച്ചിട്ട് ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണ എന്നുള്ളൊരു മറ്റൊരു ഇരിപ്പുണ്ട്, ഒന്നും കണ്ടില്ല എന്നുള്ള മട്ടിൽ കണ്ണടച്ചിട്ടാക്കുക എന്ന് പറയില്ലേ, അത് തന്നെ. ഈ ക്യാമ്പസിൽ കുറെ പേര് നല്ല മിടുക്കന്മാരാണ്, പക്ഷെ അലസത അവരെ എവിടെയും അവരുടെ ലക്ഷ്യത്തിൽ എത്താൻ തടസ്സം ആയിട്ട് എന്നും നിൽക്കും. എന്നാൽ മൂന്നാമത്തെ ഒരു കൂട്ടരുണ്ട്, ക്ലൈംബേഴ്സ്. ഏത് പ്രശ്നത്തിലും അജിത മാം മ്യൂട്ടാണേ. ശരി ശരി. സോറി, ഇടയ്ക്ക് ഒരു ഫോൺ വന്നു, സോറി ഫോർ ദ ഇന്ററപ്ഷൻ. ഏതൊരു സാഹചര്യത്തിലും അതിനെ അതിജീവിക്കാനുള്ള എന്തെങ്കിലും ഒരു സാധ്യത അവർ കണ്ടിരിക്കും. ഇവരുടെ AQ എന്ന് പറയുന്നത് എബോവ് ആവറേജ് ആയിരിക്കും. അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, അവർ അവരുടെ ലക്ഷ്യബോധത്തോടു കൂടി കഠിനമായി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. അവർക്ക് യാതൊരു അതിർത്തി വരുമ്പോഴും ഇല്ല. അവർക്ക് എത്രത്തോളം സാധിക്കുമോ അത്രത്തോളം അവർ പോകും. മിക്കവാറും അവർ ലക്ഷ്യത്തിൽ എത്തിച്ചേരുകയും ചെയ്യും. ചില ആൾക്കാർ കണ്ടില്ലേ, 70-80 വയസ്സായാലും നല്ല ഉഷാറായിട്ട് ഇങ്ങനെ ചാടി വളരെ പാഷനേറ്റ് ആണ്, എന്തിനോടും അടങ്ങാത്ത ഒരു അഭിനിവേശമാണ് അവർക്കുള്ളത്. ഇവരെ കണ്ടാ പക്ഷേ ചിലർക്ക് ഒരു അസൂയൊക്കെ തോന്നും. അവർ ചോദിക്കും എന്താ കാരണം വരെ ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ, ബാക്കിയൊരു വാക്കുണ്ട്, ആർക്കെങ്കിലും അറിയോ? ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ? മൂക്കിൽ പഞ്ഞി വെക്കണ്ടേ? ഓ യെസ്, മൂക്കിലൊരു പഞ്ഞിയൊക്കെ വെക്കണ്ടേ എന്നുവെച്ചാൽ അങ്ങനെയാണ് അവരുടെ ജീവിത രീതികൾ. എല്ലാവരെയും അസൂയപ്പെടുത്തുന്ന വിധത്തിലാണ് അവരുടെ കാര്യങ്ങൾ. അപ്പൊ ഇതിൽ ഏത് കൂട്ടരാവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്? സംശയമില്ല, ക്ലൈംബേഴ്സ്. അതിന് നാം എന്ത് ചെയ്യണം? നമ്മുടെ AQ ലെവൽ മെച്ചപ്പെടുത്തി കൊണ്ടുവരണം. അതെങ്ങനെ മെച്ചപ്പെടുത്തി കൊണ്ടുവരാം എന്നതാണ് അടുത്ത് ഞാൻ പറയുന്നത്. ആദ്യമായിട്ട് വേണ്ടത് സെൽഫ് അവെയർനെസ്, സ്വാവബോധം എന്ന് പറയും. നമുക്ക് നമ്മുടെ കഴിവുകളും ദൗർബല്യങ്ങളും തിരിച്ചറിയാൻ സാധിക്കണം. ഏതൊരു വ്യക്തിക്കും കഴിവുകൾ ഉണ്ടാവും, ദൗർബല്യങ്ങൾ ഉണ്ടാവും. കഴിവുകളെ മെച്ചപ്പെടുത്തി കൊണ്ടുവരാനും ദൗർബല്യങ്ങളെ അതിജീവിക്കാനും സാധിക്കുമ്പോഴാണ് ഒരു നല്ല സെൽഫ് അവെയർനെസ് നമുക്കുണ്ടാവുന്നത്. അത് മാത്രമല്ല, ഓരോ വ്യക്തിയിലും അവരുടേത് മാത്രമായിട്ടുള്ള ഒരു ക്വാളിറ്റി ഉണ്ടാവും, യുണീക് എബിലിറ്റി, യുണീക് ക്വാളിറ്റി. അവരുടേത് മാത്രമായിട്ടുള്ള അവരിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന, മറ്റുള്ളവരും ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുന്ന, അവർ തന്നെ അവരിൽ വളരെ പാഷനേറ്റ് ആയിട്ട് കാണുന്ന ഒരു കഴിവ്, അത് നമ്മൾ ഓരോരുത്തരിലും ഉണ്ടാവും. അതിനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നതാണ് ഏറ്റവും വലിയ വിജയം. കരിയറിന്റെ തുടക്കത്തിൽ തുടർച്ചയായ പരാജയങ്ങൾ, പിന്നീട് കരിയറിൽ ഏറ്റവും മികച്ച വ്യക്തിയായി, പണവും പ്രതാപവും പ്രശസ്തിയും ഒക്കെയായി കരിയറിൽ ഏറ്റവും മികച്ച വ്യക്തിയായി മാറുന്നു ബോളിവുഡിന്റെ മുടിചൂടാമന്നനായ ശ്രീ അമിതാഭ് ബച്ചൻ. അങ്ങനെ ഇരിക്കെ, പ്രശസ്തിയിലും പദവിയിലും ഇരിക്കെ അദ്ദേഹത്തിനും എല്ലാവർക്കും തോന്നുന്ന പോലെ ഒരു മോഹം ഉണ്ടായി, ഒരു സിനിമ കമ്പനി തുടങ്ങിയാലോ. അങ്ങനെ ജന്മമെടുത്തതാണ്. ഏതാണ് ആ കമ്പനി സാർ? ABCL. വെരി ഗുഡ് ഔസേബ് സാർ, 10 പോയിന്റ്. ABCL, അമിതാഭ് ബച്ചൻ കോർപ്പറേഷൻ ലിമിറ്റഡ്. പക്ഷേ വിചാരിച്ച പോലെയൊന്നും കാര്യങ്ങൾ നടന്നില്ല. കമ്പനി എടുത്ത ആദ്യത്തെ പടങ്ങളെല്ലാം 8 നിലയിൽ പൊട്ടി. അതിടയ്ക്കാണ് ബാംഗ്ലൂരിൽ വെച്ച് ലോകസുന്ദരി മത്സരം അരങ്ങേറുന്നത്. ആ മത്സരത്തിന്റെ നടത്തിപ്പ് ചുമതല കിട്ടിയത് ABCL-നായിരുന്നു. മത്സരമൊക്കെ നന്നായിരുന്നുവെങ്കിലും, പ്രോഗ്രാമൊക്കെ നന്നായി എങ്കിൽ പോലും തുടക്കം തൊട്ടേയുള്ള ചില മിസ് മാനേജ്മെന്റ് കാരണം വൻ നഷ്ടത്തിലാണ് അത് കലാശിച്ചത്. മാത്രമല്ല, കോടിക്കണക്കിന് രൂപയ്ക്ക് നഷ്ടക്കാരനായി മാറി ശ്രീ അമിതാഭ് ബച്ചൻ. അതുവരെ ഉണ്ടാക്കിയ സകല സമ്പാദ്യവും നഷ്ടപ്പെടുത്തേണ്ടി വന്നു. പക്ഷെ അദ്ദേഹം ഒരിക്കലും തളർന്നില്ല. നമ്മളെ പലരും തോൽപ്പിക്കാനായി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ഒരിക്കലും നമ്മളായി നമ്മളെ ഒരിക്കലും തോൽപ്പിക്കരുത്. അദ്ദേഹം പറഞ്ഞിരുന്നു അങ്ങനെയാണ്. ആയിടയ്ക്കാണ് ഒരു പ്രമുഖ TV ചാനലിൽ അവതാരകനായി ബച്ചൻ എത്തുന്നു എന്ന വാർത്ത ലോകം അറിയുന്നത്. അന്ന് മാത്രമല്ല ഇന്നും സിനിമയിൽ മുഖം കാണിച്ചവർക്ക് പോലും TV-യിൽ വരാൻ കുറച്ചിലാണ്. സിനിമയിലൊന്ന് ഒരു ചായ
ആറ്റുന്ന ഒരു സീനേ ഉണ്ടാവുള്ളൂ. എങ്കിൽ പോലും പിന്നെ ഇവർ സീരിയലൊന്നും അഭിനയിക്കില്ല. ഞാൻ സിനിമാ നടനാണ്. അതുകൊണ്ട് തന്നെ ഈ വാർത്ത കേട്ടപ്പോൾ പലരും പുച്ഛിച്ചു. എന്നാൽ എല്ലാം തകർന്നിരിക്കുന്ന ഈ അവസ്ഥയിൽ ആ അവസരത്തെ മുതലാക്കാനായി അദ്ദേഹം ശ്രമിച്ചു. തന്റെ സിഗ്നേച്ചർ സ്ട്രെങ്തായ, തന്റെ യുണീക് എബിലിറ്റിയായ പ്രൗഢഗംഭീരമായ ശബ്ദം കൊണ്ടും അവതരണ മികവ് കൊണ്ടും ഏറ്റവും മികച്ച പ്രോഗ്രാമാക്കി അദ്ദേഹം വന്നു. ഏതാണ് പ്രോഗ്രാം? कौन बनेगा करोड़पति। चलिए देवियों सजनों, मैं अमिताभ बच्चन शुरू करने जा रहा हूँ. कौन बनेगा करोड़पति. ഇവിടെ നടന്നത് എന്താണ്? അദ്ദേഹത്തിന് തന്റെ കഴിവിലുള്ള, തന്റെ യുണീക് എബിലിറ്റിയിലുള്ള ഉറച്ച വിശ്വാസം. ഇതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും നമ്മുടേതായിട്ടുള്ള കഴിവ്. അതിനെ നമുക്ക് തിരിച്ചറിയാം. രണ്ടാമത്, സ്റ്റേ ഫോക്കസ്. നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ ജനിച്ചിരിക്കുന്ന പർപ്പസിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ലക്ഷ്യം എന്താണ് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മാത്രം പോരാ, അതിലേക്ക് ഫോക്കസ് ചെയ്യുക. ലക്ഷ്യബോധമുള്ള ഒരാൾക്കും ഒരു പ്രതിസന്ധിയും മുന്നിലുണ്ടാവില്ല. പ്രതിസന്ധിയെ അതിജീവിച്ചു പോകാനുള്ള ഒരു കഴിവ്, ഒരു ഇന്നർ സ്ട്രെങ്ത് അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ലക്ഷ്യബോധം എന്ത് തന്നെ ആയിക്കോട്ടെ. ഇപ്പൊ പല കുട്ടികളും ഉണ്ട്, പല സ്ഥലത്തൊന്നും കുട്ടികൾ നമ്മുടെ മക്കളെയൊക്കെ പാലയിൽ കൊണ്ട് കെട്ടിയിടാറുണ്ട് അല്ലെ? പാലയിൽ കെട്ടിയിടുന്ന എന്താ? +2 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ നിർബന്ധിച്ചു ആക്കുകയാണ് പലപ്പോഴും ചെയ്യാറ്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അവർ ഫേസ് ചെയ്യുന്ന വളരെ കടുത്ത ഒരു പഠന രീതിയാണ്, വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു പഠന രീതിയാണ് അവർ അവിടെ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ ലക്ഷ്യബോധമുള്ളവർ ജെഇ അല്ലെങ്കിൽ നീറ്റ് ക്രാക്ക് ചെയ്യണം, ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ക്രാക്ക് ചെയ്യണം എന്ന് ഉറച്ച വിശ്വാസമുള്ളവർക്ക് ഈ പ്രതിസന്ധി ഒന്നും പ്രശ്നമില്ല. അമ്മ ഉണ്ടാക്കിയ ചോറോ അല്ലെങ്കിൽ അനിയത്തി അല്ലെങ്കിൽ അനിയനെ കാണാൻ പറ്റാത്തതിലെ വിഷമം, അല്ലെങ്കിൽ അവിടെ ചൂട് കൂടുതലാണ് അല്ലെങ്കിൽ തണുപ്പ് കൂടുതലാണ്, AC ഇല്ല, അങ്ങനെയുള്ള ഒരു പ്രതിസന്ധിയും അവർക്ക് മുന്നിൽ ഉണ്ടാവില്ല. അവർ ആ ലക്ഷ്യം എത്തുന്നവരെ അവർ പോരാടിക്കൊണ്ടേയിരിക്കും. എന്നാൽ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്നവർക്ക് മുന്നിൽ പ്രതിസന്ധികളെ ഉണ്ടാവും. മൂന്നാമത്, കീപ് ഗുഡ് അസോസിയേഷൻ. യു ആർ ഹൂം യു അസോസിയേറ്റ് വിത്ത് എന്ന് പറയാറുണ്ട് അല്ലെ? നല്ല സുഹൃത്ത് ബന്ധങ്ങളെ എന്നും ഒപ്പം കൊണ്ടുപോവുക. യാത്രക്കിടയിൽ കാക്ക കരടിയോട് ചോദിച്ചു, ലക്ഷ്യമാണോ മാർഗമാണോ പ്രധാനം? കരടി പറഞ്ഞു, അത് രണ്ടുമല്ല, ആരുടെ ഒപ്പം യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ്. നമുക്ക് മനസ്സിനിണങ്ങിയവരുടെ കൂടെ ഈ വീടിന് ചുറ്റും ഒന്ന് കറങ്ങിയാൽ പോലും വളരെ നല്ലൊരു അനുഭൂതിയായിരിക്കും. എന്നാലോ തൃപ്തിയില്ലാത്ത ആൾക്കാരുടെ ഒപ്പം നമ്മൾ പോകുമ്പോൾ അന്യഗ്രഹത്തിൽ പോയാലും മനസ്സ് ശൂന്യമായിരിക്കും. അതുകൊണ്ട് നമ്മുടെ കൂട്ടായ്മ തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും നല്ല കൂട്ടുകാരെ എന്നും ഒപ്പം കൊണ്ടുപോവുക. എന്ന് വെച്ച് പല വ്യക്തികളിലും നല്ലതും പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാവും. ഏത് വ്യക്തിയുമായിട്ട് നമുക്ക് ഇടപഴകണം, അവരിലെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ മാത്രം നമുക്ക് സ്വാംശീകരിക്കാം, നെഗറ്റീവിനെ വിടാം, കണ്ടില്ലെന്ന് നടിക്കാം. നല്ല വഴിയിലൂടെ മാത്രം പോകുന്നവർ അല്ല വിശുദ്ധർ. എത്ര മോശമായ വഴികളിലൂടെ സഞ്ചരിക്കേണ്ടി വരുമ്പോഴും തങ്ങളുടെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവരാണ് ശരിയായ വിശുദ്ധൻ. അതുപോലെ തന്നെ നമുക്ക് ചില വ്യക്തികളായിരിക്കും ചിലപ്പോൾ നമുക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. പലപ്പോഴും നമ്മൾ ഇടിച്ചു താഴ്ത്തുന്ന രീതിയിൽ പലരും പലപ്പോഴും സംസാരിച്ചിരിന്നിരിക്കാം. പക്ഷെ ശാന്തമായി അതിനെ നേരിടാൻ നമ്മൾ പഠിക്കണം. പണ്ടൊരിക്കൽ ഒരു പ്രഭാഷണത്തിന് ശേഷം ആളുകളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു സ്വാമി വിവേകാനന്ദൻ. ചോദ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ എല്ലാറ്റിനും വളരെ തൃപ്തികരമായ മറുപടി കൊടുത്തുകൊണ്ട് സ്വാമിജി ശാന്തനായിരിക്കുന്നു. അപ്പോഴാണ് ഒരു സ്ത്രീ ഒരു ഗൗരവപൂർണമായ ഒരു ചോദ്യം ഉന്നയിച്ചത്. അവർ സ്വാമിയോട് ചോദിച്ചു, ആരാണ് ഒരു യോഗി? സ്വാമി പറഞ്ഞു, സമൂഹം ആവശ്യപ്പെടുന്ന എന്തും കൊടുക്കാൻ കഴിവുള്ളവൻ ആരോ അവനാണ് യോഗി. വീണ്ടും ആ സ്ത്രീ ചോദിച്ചു, എന്ന് വെച്ചാൽ സമൂഹം ആവശ്യപ്പെടുന്ന എന്തും ഒരു യോഗിക്ക് കൊടുക്കാൻ പറ്റുമോ? സ്വാമി ഉറപ്പു നൽകി, തീർച്ചയായും. ഉടനെ സ്ത്രീ പറഞ്ഞു, എങ്കിൽ ഒരു യോഗിയായ അങ്ങ് എനിക്കൊരു പുത്രനെ നൽകിയാലും. ആളുകളെല്ലാം സ്തബ്ധരായി നിൽക്കുകയാണ്. എന്തായിരിക്കും ഗുരുവിന്റെ മറുപടി എന്ന് പറയാൻ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. എന്നാൽ ഗുരു സുസ്മേരവദനായി അവിടെ നിന്ന് എഴുന്നേറ്റു. തന്റെ തലപ്പാവൂരി ഇരിപ്പിടത്തിൽ വെച്ചു.
ആ സ്ത്രീയുടെ കാൽക്കൽ തൊട്ട് വന്ദിച്ച് നമ്മുടെ ശിരസ്കനായി പറഞ്ഞു, ഈ ഉള്ളവനെ അങ്ങ് അമ്മേ, ഈ ഉള്ളവനെ പുത്രനായി സ്വീകരിച്ചാൽ. ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ, ഇടിച്ചു താഴ്ത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന പലരെയും നമുക്ക് കാണാം. അവരെ ശാന്തമായി നേരിടുക, നമ്മളെ പ്രകോപിപ്പിക്കുന്നതിലൂടെ അവർക്ക് കിട്ടുന്ന സന്തോഷം നമ്മൾ പ്രകോപിതരാകുമ്പോഴാണ് ഉണ്ടാവുന്നത്. നമ്മൾ ശാന്തരായി നെവർ മൈൻഡായി അതിനെ നേരിട്ടാൽ അതൊന്നും ഒരു പ്രതിസന്ധിയാവില്ല. നാലാമത്തെ, ഫേസ് യുവർ ഫിയേഴ്സ്. നമ്മൾ നേരിടേണ്ട പ്രശ്നങ്ങൾ നേരിടാതിരുന്നത് കൊണ്ടോ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ടോ ഒഴിഞ്ഞു മാറിയതുകൊണ്ടോ ഒന്നും ഇല്ലാതാവുന്നില്ല. വാട്ട് മസ്റ്റ് ബി ഫേസ് സൂണർ റാദർ ദാൻ ലേറ്റർ എന്ന് പറയും. എന്താണ് നമ്മൾ നേരിടേണ്ടി വരുന്നത്, അതിന് നമുക്ക് നേരിടാം. എത്രയും നേരത്തെ നേരിടേണ്ടതാണെങ്കിൽ എന്തിനു നീട്ടി വെക്കണം? എന്നുവെച്ചാൽ നമ്മൾ നേരിടേണ്ടി വരുന്ന പ്രശ്നത്തെക്കാൾ കൂടുതലാണ് അവയെ കുറിച്ചുള്ള പേടി, വറീസ്. അപ്പൊ ആ നേരിടാൻ നമ്മൾ വൈകുന്നതോറും ആ ചിന്തകൾ, പേടി, ഭയം ഉണ്ടാക്കുന്ന ചിന്തകൾ നമ്മളെ കാർന്ന് തിന്നുകൊണ്ടേയിരിക്കും. എന്നും പ്രതിസന്ധിയായി നിന്നുകൊണ്ടേയിരിക്കും. ഒരു രസകരമായ കഥയുണ്ട്. പണ്ട് ഗ്രാമത്തിൽ ആദ്യം ട്രെയിനൊക്കെ തുടങ്ങിയിട്ടുള്ള കാലമാണ്. ഗ്രാമത്തിൽ നിന്ന് ഒരു കാരണവരും കാര്യസ്ഥനും കൂടി ട്രെയിൻ യാത്രയ്ക്ക് പുറപ്പെട്ടു പട്ടണത്തിലേക്ക്. ട്രെയിനിന്റെ സമയത്തിന് 3 മണിക്കൂർ മുമ്പ് തന്നെ രണ്ടുപേരും തീവണ്ടി ആപ്പീസിൽ വന്ന് കുത്തിരിപ്പായി. അവിടെ എത്തിയതും കാരണവർ തന്റെ മുറുക്കാൻ ചെല്ലൊക്കെ പുറത്തെടുത്ത് വിശദമായി ആസ്വദിച്ച് മുറുക്കാൻ തുടങ്ങി. ഫയലൊക്കെ വെച്ച്. എന്നാ കാര്യസ്ഥൻ രാമനാവട്ടെ ഇങ്ങനെ കൂട്ടിലിട്ട വെരികിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. എന്ത് ചെയ്യണം എന്നല്ലേ, ട്രെയിൻ എവിടെ വരും, എങ്ങനെ കയറണം, എവിടെ എത്തണം, കയറുന്നതിന് മുമ്പ് അങ്ങനെ പോയാലോ, കാരണവരെ എങ്ങനെ കയറ്റും, അതിനിടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം കാണാതായാലോ, ഇങ്ങനെ വിചാരിച്ച് ആകെ പരിഭ്രമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് നടക്കുകയാണ്. രാമന്റെ ഈ സ്വഭാവം കണ്ടപ്പോ കാരണവര് ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് വന്നു. രാമ, നോം പരിഭ്രമിക്കാറായ പറഞ്ഞോളുക. ഇവിടെ എന്താ, പരിഭ്രമിക്കേണ്ട സമയത്ത് നമ്മൾ പരിഭ്രമിച്ചാൽ മതി. അയ്യോ ഇത് വരാനിരിക്കുന്നതും അതിൽ വന്നുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ സമാധാനം കൂടി പോയിക്കൊണ്ടിരിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഭയക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അവയെ നീട്ടി വെക്കാതെ എത്രയും പെട്ടെന്ന് നേരിടുക. അപ്പൊ ഈ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ EQ ലെവൽ കൂടി വന്നുകൊണ്ടിരിക്കും. ഇനി ഒരു പ്രശ്നം വന്നു, ആ പ്രശ്നത്തെ എങ്ങനെ നേരിടണം? ഒരു പ്രശ്നത്തെ നേരിടാനുള്ള ഒരു 4 സ്റ്റെപ്പ് ഫോർമുല. ആദ്യം പ്രശ്നത്തെ ഒന്ന് കാണുക, സീ ഇറ്റ്. പ്രശ്നത്തെ കാണുക എന്ന് പറയുന്നത് നമ്മുടെ പ്രശ്നമായിട്ടല്ല, മറ്റൊരാളുടെ പ്രശ്നത്തിൽ നമുക്ക് ഒരുപാട് ഉത്തരങ്ങൾ ഉണ്ടാവും അല്ലെ. അത് അങ്ങനെ ചെയ്യൂ, ഇതാക്കൂ, ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സജഷൻസ് നമുക്ക് വരും. പക്ഷെ നമ്മളൊരു പ്രശ്നം വരുമ്പോഴോ ആകെ തളർന്നു, കണ്ണൊക്കെ കൊഴിഞ്ഞു പോയി ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അപ്പൊ മറ്റൊരു വ്യക്തിയുടെ പ്രശ്നമായിട്ട് നമ്മൾ ആ പ്രശ്നത്തെ ഒന്ന് നോക്കുക, ഒരടി മാറി എന്നിട്ട് ആ പ്രശ്നത്തെ ഒന്ന് വീക്ഷിക്കുക. എന്നിട്ട് എന്തൊക്കെയാണ് അതില് നിങ്ങളുടെ പരിഹരിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹരിക്കാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട്, നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്ത കാര്യങ്ങളുണ്ട്. കൺട്രോളിൽ ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ എന്തിന് ആലോചിച്ച് തല ഉണ്ടാക്കണം? അപ്പൊ നമ്മുടെ പരിധിക്കുള്ളിൽ വരുന്ന കാര്യങ്ങളെ നമ്മൾ നോക്കുക. അതിൽ നമുക്കൊരു 80-20 പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാം. 80-20 പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ട്രിവിയൽ മെനി, വെർച്വൽ ഫ്യൂ. നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കഴിയാത്തതിന് കാരണം നമ്മൾ ഈ ട്രിവിയൽ മെനി, ഈ അൺഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ 80% ഫോക്കസ് ചെയ്യുമ്പോഴാണ്. ആ കോർ ആയിട്ടുള്ള എന്തിലേക്കാണോ ഫോക്കസ് ചെയ്യേണ്ടത് അതിലേക്ക് ഫോക്കസ് ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് ഒരു ഉത്തരം പലപ്പോഴും കിട്ടാതെ പോകുന്നത്. അപ്പൊ വൈറ്റൽ ഫ്യൂ, ഫോക്കസ് ഓൺ ദ വൈറ്റൽ ഫ്യൂ ഫാക്ടേഴ്സ്. ജീവിതത്തിലെ സകല പ്രശ്നങ്ങൾ, 80% പ്രശ്നങ്ങളുടെയും കാരണം 20%. ആ 20% കാരണങ്ങൾ കണ്ടെത്തുക, അതിനെ നമ്മൾ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. 2, ഓൺ ഇറ്റ്. ഏതൊരു പ്രശ്നം വരുമ്പോഴും അതിനെ ചിലപ്പോൾ ചില മാറ്റങ്ങളൊക്കെ നമ്മൾ വരുത്തേണ്ടി വരും. നമ്മളെപ്പോഴും മറ്റുള്ളവർ മാറാൻ കാത്തുക്കും, സാഹചര്യം മാറാൻ കാത്തുക്കും അല്ലെ. വേണ്ട, നമുക്ക് നമ്മളിൽ നിന്ന് തന്നെ മാറ്റം തുടങ്ങാം. നത്തിങ് വിൽ ചേഞ്ച് അൺലെസ് വി ചേഞ്ച്.
അപ്പൊ ആ പ്രശ്ന പരിഹാരത്തിന് വേണ്ട മാറ്റങ്ങൾ നമ്മൾ വരുത്തേണ്ട മാറ്റം നമ്മുടെ ധാരണകളിലാവാം, നമ്മുടെ വിശ്വാസങ്ങളിലാവാം, നമ്മുടെ ആറ്റിറ്റ്യൂഡിലാവാം. അപ്പൊ ആ വേണ്ട മാറ്റങ്ങൾ വരുത്തിയതിനു ശേഷം നമുക്ക് പ്ലാൻ ഔട്ട് ചെയ്യാം. മൂന്നാമത്തെ സ്റ്റെപ്പാണ് പ്ലാൻ. ഫസ്റ്റ് വൺ, സീ ഇറ്റ്, ഓൺ ഇറ്റ്, പ്ലാൻ ഇറ്റ്. ഇത് നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളുടെയോ നമ്മുടെ വേണ്ടപ്പെട്ടവരോ നമുക്ക് ഉപദേശം നമുക്ക് തരാൻ കെൽപ്പുള്ളവരുടെ സഹായം നമുക്ക് ആവശ്യപ്പെടാം. ഓരോ സ്റ്റെപ്പ് പ്ലാൻ ചെയ്യുമ്പോഴും ആലോചിക്കാം, വാട്ട് എൽസ് ക്യാൻ ഐ ഡു? ഇനി ഇതിലും അപ്പുറം എന്താണ് ചെയ്യാൻ പറ്റുന്നത്? വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഒരു പ്ലാൻ ബി ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് റെഡിയാക്കി വയ്ക്കാം. ലാസ്റ്റ് സ്റ്റെപ്പ്, ഡു ഇറ്റ്. എക്സിക്യൂഷൻ ഇസ് എവറിത്തിങ്. വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല, അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇപ്പൊ വിചാരിച്ച പോലെ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് നമുക്ക് സ്വയം വിശ്വാസം അർപ്പിച്ചുകൊണ്ട്, ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ തന്നെയാണുള്ളത്, ആ ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ഈശ്വര ചൈതന്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം. ഇഫ് പ്ലാൻ എ ഡസന്റ് വർക്ക്, ട്രൈ ദ നെക്സ്റ്റ്. ഒന്ന് പോയി എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കൊന്നും വേണ്ട, അടുത്തത് നമുക്ക് ചെയ്യാം. ജീവിതത്തിൽ വരുന്ന കൊച്ചു കൊച്ചു പ്രശ്നങ്ങളെ ഈ രീതിയിൽ ഒന്ന് സമീപിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് നമ്മുടെ EQ ലെവൽ കൂടി വരുന്നതായി മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല പ്രതിസന്ധികളെ നമുക്ക് അതിജീവിക്കാനുള്ള കെൽപ്പും നമുക്ക് ഉണ്ടാവും. ഒരു കാർ മാനുഫാക്ചറിങ് കമ്പനി വലിയൊരു കാർ ഉണ്ടായി. ആ കാറിനെ ഗ്യാരേജിൽ നിന്ന് ഉദ്ഘാടന ദിവസം പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോഴാണ് ശ്രദ്ധിച്ചത്, ഗ്യാരേജിന്റെ ഡോറിന് ഒരു 1.5 ഇഞ്ച് ഹൈറ്റ് കുറവാണ് കാറിനേക്കാൾ. എന്ത് ചെയ്യും? കാറിന്റെ ഇനാഗ്രേഷനൊക്കെ നല്ല സെറ്റപ്പായി എല്ലാവരും റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കണം ഇനാഗ്രേഷന് വേണ്ടിയിട്ട്. അങ്ങനെ ഇരിക്കെ അതില ഒരു എഞ്ചിനീയർ പറഞ്ഞു, കുഴപ്പമില്ല, നമുക്ക് അതങ്ങോട്ട് വലിച്ചു നീക്കി കൊണ്ടുവരാം, ഒരു സ്ക്രാച്ച് വരും, കുഴപ്പമില്ല, അത് പെയിന്റ് ചെയ്ത് നമുക്ക് അത് അപ്പൊ തന്നെ റെഡിയാക്കി തരാം, പെയിന്ററൊക്കെ റെഡിയാണ്, ഒക്കെ റെഡിയാക്കി തരാം. പക്ഷെ അതിന്റെ ഉടമയ്ക്ക് സമ്മതമായിരുന്നില്ല. ആദ്യമായി ഉണ്ടാക്കിയ ഒരു ആഡംബര കാറാണ്, അതിനൊരു പോറൽ വീഴ്ത്താൻ അദ്ദേഹം സമ്മതിച്ചില്ല. കുറച്ച് കഴിഞ്ഞപ്പോ അടുത്ത ആൾ വന്നു, എന്നാൽ നമുക്ക് ഗ്യാരേജിന്റെ ഡോറ് പൊളിക്കാം. എന്തിനാണ് ഡോർ? അത് കഴിഞ്ഞിട്ട് വീണ്ടും ഗ്യാരേജ് തന്നെ പൊളിക്കാം, അത് കഴിഞ്ഞിട്ട് പണിതാ പോരെ. അതിനും അദ്ദേഹം സമ്മതിച്ചില്ല. അപ്പൊ ഇതൊക്കെ കണ്ട് അപ്പുറത്ത് ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു, അവിടുത്തെ വാച്ച്മാൻ. അദ്ദേഹം പതുക്കെ വന്നു. എന്ത് വേണം? ഒരു കേമന്മാരൊക്കെ ഇവിടെ ഇങ്ങനെ നിരന്ന് നിൽക്കണം, കതിനയ്ക്ക് ഇങ്ങനെ നിരത്തി വെച്ച മാതിരി നിൽക്കുക. എന്ത് വേണം ചോദിച്ചു. ഞാനൊരു അഭിപ്രായം പറയട്ടെ. എല്ലാരും പുച്ഛത്തുന്നുള്ളൂ. ഇയാള് എന്ത്? 1 ഇഞ്ച് 1.5 ഇഞ്ചല്ലേ കുറവുള്ളൂ. ആ കാറിന്റെ വീലില് കാറ്റൊന്നും അങ്ങോട്ട് അഴിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉരുട്ടി പുറത്തേക്ക് എത്തിക്കാം. പുറത്ത് വന്നതിന് ശേഷം കാറ്റ് നിറച്ചാൽ മതിയല്ലോ. എല്ലാവരും ഒന്ന് ചമ്മിപ്പോയി. ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രശ്നങ്ങൾ. പല പ്രശ്നങ്ങളും നമ്മളിങ്ങനെ പെരുപ്പിച്ച് വലുതാക്കും. ചില പ്രശ്നങ്ങൾക്ക് അങ്ങനെ ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഒന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. വളരെ സിമ്പിൾ ആയിരിക്കും. അതിന് നമ്മളെ ഒന്ന് ആ ആറ്റിറ്റ്യൂഡ് ഒന്ന് ശരിയാക്കിയാൽ മതി, ആ ഈഗോ ഒന്ന് കുറച്ചാൽ മതി, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഈഗോ ഒന്ന് കുറച്ചാൽ പ്രശ്നങ്ങൾ തന്നെ സോൾവ് ആയി പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. അമോർ ഫട്ടി എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടോ? ലവ് യുവർ ഫേറ്റ് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഒരു ലാറ്റിൻ ഫ്രേസ് ആണ്. ജർമ്മൻ ഫിലോസഫറായ ഫ്രെഡറിക് നിസ്കി ആണ് ഇതിന്റെ ഉപജ്ഞാതാവ്. ജീവിതത്തിലെ പ്രശ്നങ്ങളോടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള സമീപനത്തെ കാണിക്കാനാണ് ഈ വാക്ക് പ്രയോഗിക്കുന്നത്. ജീവിതത്തിലെ പ്രശ്നങ്ങളെ ആ വാക്കൊന്നുകൂടെ പറഞ്ഞേ മാഡം. അമോർ ഫട്ടി, AMORFATI, അമോർ ഫട്ടി. ജീവിതത്തിലെ പ്രശ്നങ്ങളെ സ്വീകരിക്കാൻ നമ്മൾ മനസ്സുകൊണ്ട് തയ്യാറാവുമ്പോൾ സംഭവിക്കുന്ന എന്താണ്? നമ്മുടെ മനസ്സിന് ശാന്തി വരുന്നു, മനസ്സിന് സമാധാനം വരുന്നു, മനോധൈര്യം കൂടുന്നു. സംഭവിക്കേണ്ടതാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തുന്നു. മാത്രമല്ല അതിലും അപ്പുറം ഏത് പ്രശ്നങ്ങളെയും അതിജീവിക്കാനുള്ള ഒരു അമൂല്യ വരസിദ്ധി നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ കുടികൊള്ളുന്ന ആ ഈശ്വര ചൈതന്യം, ആ അമൂല്യ വരസിദ്ധി നമ്മൾ തിരിച്ചറിയുന്നു. നമുക്ക് പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ ഉണ്ടാവാം. സാമ്പത്തിക പ്രശ്നങ്ങളായിരിക്കാം, വേണ്ടപ്പെട്ടവരുടെ വേർപാടായിരിക്കാം, അതുമല്ലെങ്കിൽ മാരക രോഗങ്ങളായിരിക്കാം. പക്ഷേ അതിലൊന്നും മനസ്സ് തളരാതെ അതിനെ മനസ്സുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ
അതിനു വേണ്ട ഉത്തരങ്ങളെല്ലാം നമ്മുടെ ഈ ഉള്ളം കയ്യിൽ തന്നെ തെളിഞ്ഞു വരും. ചിരിച്ചും ചിരിപ്പിച്ചും മലയാളികളുടെ ജീവിതത്തെ ആഘോഷപൂർണ്ണമാക്കുന്നതിനിടയിലാണ് പ്രശസ്ത നടൻ ഇന്നസെന്റിന് ക്യാൻസർ ബാധയാണെന്ന് അറിയുന്നത്. അധികം താമസിയാതെ അദ്ദേഹത്തിന്റെ ഭാര്യ ആലീസിനും. പക്ഷേ അദ്ദേഹം ഒരിക്കലും തളർന്നില്ല. അദ്ദേഹം ആദ്യം ചെയ്തത് ആ സത്യം ലോകത്തോട് വിളിച്ചു പറയുകയായിരുന്നു. പലപ്പോഴും പലരും ഒളിച്ചു വെക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ്. അത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ എങ്ങനെയാണ്, ഒളിച്ചു വെക്കാൻ ഞാനിത് അമ്പലത്തിൽ നിന്നോ അരമനയെന്നോ മോഷ്ടിച്ചു കൊറന്നോന്നല്ലല്ലോ. തന്റെ നർമ്മരസത്തിലൂടെ ആ സത്യം ലോകത്തേക്ക് വിളിച്ചു പറഞ്ഞപ്പോൾ ഇല്ലാതായത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ആഞ്ഞടിച്ചുകൊണ്ടിരുന്ന കൊടുങ്കാറ്റാണ്. മാത്രമല്ല തന്റെ സന്തുഷ്ട ക്യാൻസർ കുടുംബത്തിന്റെ, അദ്ദേഹം അങ്ങനെയാണ് വിശേഷിപ്പിക്കാറ്, തന്റെ സന്തുഷ്ട ക്യാൻസർ കുടുംബത്തിന്റെ രോഗകാല വിവരങ്ങൾ, അനുഭവങ്ങൾ ലോകവുമായി പങ്കുവയ്ക്കാൻ അദ്ദേഹം നടത്തിയ ശ്രമത്തിന്റെ ഫലമായി ഇറങ്ങിയ പുസ്തകമാണ്. ഏതാണ് ആ പുസ്തകം? ആർക്കെങ്കിലും പറയാൻ പോയോ? ക്യാൻസർ വാർഡിലെ ചിരി. യെസ്, ക്യാൻസർ വാർഡിലെ ചിരി. ഇന്ന് ഡോക്ടർമാർ പോലും ക്യാൻസറിനുള്ള ഒരു മറുമരുന്നായിട്ടാണ് ആ പുസ്തകത്തെ കാണുന്നത്. അദ്ദേഹത്തിന്റെ ആ പുസ്തകം അദ്ദേഹത്തിന് മാത്രമല്ല, ഒരുപാട് ക്യാൻസർ രോഗികളെയാണ് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നിരിക്കുന്നത്. എത്ര കരിഞ്ഞ കുറ്റികളിൽ പോലും പുതുനാമ്പിടാനുള്ള ഒരു ശക്തി ഉണ്ടെന്നും, എത്ര വലിയ രോഗമായാലും നിരാശയിൽ തീർക്കേണ്ട ഒന്നല്ല ജീവിതം എന്നുള്ള സത്യമാണ്, ആ സന്ദേശമാണ് തന്റെ ബുക്കിലൂടെ അദ്ദേഹം ലോകത്തിന് നൽകിയത്. ദാറ്റ് ഇസ് ദ പവർ ഓഫ് അമോദ് പട്ടേൽ. നമുക്കും ഇങ്ങനെ ഒന്നായിക്കൂടെ? ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം, ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാവാം. അവയെ നമുക്ക് മനസ്സുകൊണ്ടൊന്ന് സ്വീകരിക്കാൻ തയ്യാറായിക്കൂടെ? എത്ര വലിയ പ്രശ്നമായാലും, എത്ര ഉയരത്തിൽ നിന്ന് വീണാലും പൂർവാധികം ശക്തിയോടെ കുതിച്ചുയരുന്ന ഒരു പന്ത് പോലെ നമുക്കെല്ലാവർക്കും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും. എന്തുകൊണ്ടെന്നാൽ നമ്മൾ നേരിടേണ്ടി വരുന്ന പ്രശ്നത്തെക്കാൾ എത്രയോ വലുതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ കുടികൊള്ളുന്ന ആ അമൂല്യ പരസിദ്ധി, ഈശ്വര ചൈതന്യം. അത് നമ്മൾ തിരിച്ചറിയണം. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തകർത്ത് മുന്നേറിക്കൊണ്ടിരിക്കാൻ ഉള്ള ശക്തി നമുക്കത് തരും. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. നമ്മൾ ഒരുപാട് സോഷ്യൽ മീഡിയയിലും ഇതിലൊക്കെ കാണാറുള്ളതാണ്. പക്ഷെ അതിന്റെ വരികൾ എന്ന് പറയുന്നത് വളരെ അർത്ഥവത്താണ്. ആ 2 വരിയും കൂടെ പാടിക്കൊണ്ട് ഞാൻ എന്റെ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. ये मत कहो खुदा से मेरी मुश्किलें बड़ी है, इन मुश्किलों से कह दो मेरा खुदा बड़ा है। आती है आंधियाँ तो कर उनका खेल मकदम, आती है आंधियाँ तो कर उनका खेल मकदम, तूफान से ही तो लड़ने खुदा ने तुझे गढ़ा है। ये मत कहो खुदा से मेरी मुश्किलें बड़ी है, इन मुश्किलों से कह दो मेरा खुदा बड़ा है, मेरा खुदा बड़ा है, मेरा खुदा बड़ा है. Thank you all. Thank you so much. Big round of applause. Thank you God. Thank you. IQ, EQ, AQ അല്ലേ? അപ്പൊ IQ വേണം, EQ വേണം. എന്നാൽ ഈ പ്രശ്നാധിഷ്ഠിതമായ ലോകത്ത് EQ കൂടി ഉണ്ടെങ്കിലേ ലൈഫ് സക്സസ്ഫുൾ ആയിട്ട് പോകും. കടങ്കഥകളിലൂടെ തുടങ്ങി ലൈവായിട്ടുള്ള എക്സാമ്പിൾസിലൂടെ മുന്നേറി ഒരു പാട്ടോടി അല്ലെ മനോഹരമായ ഒരു ഗാനം ആലപിച്ചുകൊണ്ട് 1 മണിക്കൂർ നേരം വളരെ മനോഹരമായിട്ട് സെഷൻ കൈകാര്യം ചെയ്ത മിസ്സിന് നന്ദി. ഫീഡ്ബാക്ക് ടൈം. പ്രിയപ്പെട്ട അജിത ഉണ്ണി മാഡം, അങ്ങയുടെ ക്ലാസ് വളരെ 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 മനസ്സിന് ശരീരത്തിന് ഒത്തിരി കുളിർമ നൽകുന്ന ഒരു ക്ലാസ്സായി അനുഭവപ്പെട്ടു. ഞാൻ
അജിത മാഡത്തിന്റെ ക്ലാസ്സിൽ ഇതിനു മുമ്പ് ഒരെണ്ണം പങ്കെടുത്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവതരിപ്പിക്കുന്ന വിഷയത്തിന്റെ സത്യം എന്താണെന്ന് പറയുക, പിന്നെ അതിനുശേഷം അതിനെ എങ്ങനെ നേരിടണമെന്ന് പറയുക, അവസാനം അതിനൊരു സൊല്യൂഷൻ പറഞ്ഞു തരിക. ഇപ്പൊ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് കേൾക്കുന്നവർക്ക് ഏറ്റവും പ്രയോജനപ്പെട്ട രീതിയിലാണ് മാഡത്തിന്റെ ക്ലാസ് എടുക്കുന്നത്. ഇന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിവേക് വിജയന്റെ കാര്യത്തെക്കുറിച്ച് ജീവിതത്തിന്റെ പ്രതിസന്ധികളെ എങ്ങനെ നേരിടണം എന്ന് പറഞ്ഞു തുടങ്ങി. പിന്നെ ഈ അഡ്വേഴ്സിറ്റീസ് 4-5 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അഡ്വേഴ്സിറ്റി കോഷ്യന്റ് നമുക്കുണ്ടെങ്കിലാണ് അതിനെ നേരിടാൻ പറ്റുന്നതെന്ന് പറഞ്ഞു. പിന്നെ അതിന്റെ പരിഹാരത്തെക്കുറിച്ച് സെൽഫ് അവയർനെസ് എന്നുള്ള കുറെ പരിഹാരങ്ങളെ കുറിച്ച് പറഞ്ഞു വന്നു. അവസാനം അമോർഫറ്റി അവിടെ ഒരു കൺക്ലൂഷനിൽ കൊണ്ടെത്തിക്കുകയും പിന്നെ ഏറ്റവും അവസാനം ഈശ്വരനിലേക്കുള്ള ഈശ്വരനാണ് സർവത്തിലും മേളിലായിട്ട് നിൽക്കുന്നതെന്നും ഒരു ജീവിതത്തിന്റെ വലിയ പാഠം പറഞ്ഞു തന്നു. ഇങ്ങനെ ഒരു ക്ലാസ് നയിച്ചതിന് ഒത്തിരി നന്ദി. എൻ്റെ വൈഫിന്റെ ഇളയമ്മ മരിച്ചത് ഇന്ന് വൈകുന്നേരം 6 മണിക്കാണ്. ഞാനിന്ന് മാധവനുണ്ണി സാറിനോട് പറയാതെ തീർച്ചയായിട്ടും ഞാനിന്ന് അജിത മാഡത്തിന്റെ ക്ലാസ്സിൽ ഉണ്ടായിരിക്കും. അപ്പൊ ഞങ്ങൾക്ക് പോകേണ്ടതായിരുന്നു 7 മണിയായപ്പോഴത്തേക്ക്. ഞാൻ തീരുമാനിച്ചു ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് പോകത്തുള്ളൂ എന്ന്. അപ്പോ ഇത്രയും നല്ലൊരു ക്ലാസ് തന്നതിന് ഒത്തിരി 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 നന്ദി മാഡം. താങ്ക് യു സോ മച്ച്. നല്ല ഹൃദ്യമായ ക്ലാസ്. നല്ല ഹൃദ്യമായ ക്ലാസ്. നല്ല സെഷൻ ആയിരുന്നു. നല്ല എക്സലന്റ് ആയിരുന്നു കേട്ടോ. നല്ല കടങ്കഥകളോടുകൂടി തുടങ്ങി. നല്ല ഐസ് ബ്രേക്ക് ആയിരുന്നു. കടങ്കഥകളോടൊക്കെ തുടങ്ങി. അതേപോലെ തന്നെ എല്ലാ ചേരുവകളും ഉണ്ടായിരുന്നു. കഥകള്, പിന്നെ നല്ല കണ്ടന്റ്, അതേപോലെ തന്നെ ഹൈലി മോട്ടിവേറ്റിംഗ് ആയിരുന്നു. എക്സലന്റ് ആണ്. അജിത ഉണ്ണി മാഡം ഇപ്പോ അറിയപ്പെടുന്ന ഒരു ട്രെയിനറായി വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തും. എല്ലാം നല്ല കണ്ടന്റ് ഉള്ള നല്ല ക്ലാസ്സുകളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വെരി ഗുഡ്. താങ്ക് യു സാർ. ഒരുപാട് സന്തോഷം. അജിത മാം, ഞാനത് സത്യം പറഞ്ഞപ്പോ കേട്ടില്ലെങ്കിൽ വലിയ നഷ്ടമായപ്പോ. ഈ AQനെ പറ്റി ആദ്യമായിട്ട് കേൾക്കുവാട്ടോ. EQ, IQ, SQ ഒക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് AQ. അപ്പൊ നമ്മള് ഒന്നും അറിയാത്ത എത്രയോ അറിവിന്റെ ഇനി ഒരുപാട് അറിയാൻ കിടക്കണം. ഒരു കടലിൽ ചെന്നിട്ടൊന്നും തുള്ളി പോലും കൈകൊണ്ട് തൊട്ടിട്ടില്ല എന്ന് എനിക്കിപ്പോ മാഡത്തിന്റെ ക്ലാസ് കേട്ടപ്പോഴാണ് തോന്നിയത്. ഏതായാലും അതുപോലെ വിവേക് വിജയൻ, മാധവനുണ്ണി സാറ് പറഞ്ഞ പോലെ എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ആണ് വിവേക് വിജയൻ. നമ്മുടെ ഇതിനു മുമ്പും വന്നിട്ടുണ്ട് KCTTന്റെ ജസ്റ്റിൻ സാർ എടുത്തപ്പോ. ജസ്റ്റിൻ സാറും എടുത്തൊരു ക്ലാസ്സിൽ ഞങ്ങൾ ഒരുമിച്ച് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒത്തിരി എക്സലന്റ് എന്ന് പറഞ്ഞാൽ പോരാ, അതിനപ്പുറത്തേക്ക് എനിക്കറിയില്ല വാക്കുകൾ. ബ്യൂട്ടിഫുൾ, എക്സലന്റ്, ഒരു ബിഗ് സല്യൂട്ട്. ഇനി അജിത മാമിന്റെ ക്ലാസ് എവിടെ ഉണ്ടെന്ന് കേട്ടാലും ഞാൻ ഓടിയെത്തും. ഓക്കെ, താങ്ക് യു. വിവേക് എന്തെങ്കിലും ഒന്ന് പറയൂ. വിവേക്. അജിത മാഡം. വിവേക് ഉണ്ടായിരുന്നോ? പ്രകാശ് സാറൊന്ന് പറയാനുള്ളത്. Ajita madam, it was wonderful. Great speech. Thank you, sir. I heard a lot about you from Unni, Madhavan. Thank you, sir. മാഡം എന്ന് പറഞ്ഞാല് എനിക്ക് പുതിയതായിട്ട് ടേക്ക് ഹോം ആയിട്ട് വന്നത് AQ ആണ്. The concept of AQ. I was not known to you. Thank you very much for introducing that new concept to me. It was very interesting and meaningful. And while you were talking about AQ, that also helped me to place myself in which category of AQ I am. So for many years I was priding myself to be a climber. So while you were explaining, I realized that I am a camper and I should further strive to be a climber. Good, sir. You can, sir. One thing. Second thing is that your presentation itself was a shining example of one concept you said, the concept of applying 80-20 wisely. I heard many presentations. In many of the presentations, after some time it strays, and somehow unintentionally it strays towards that, it crosses the border of 20 essential things and strays towards that 80% trivialities, but you never did. You were always focused on the vital 20. So your presentation, it was
an embodiment of Thank you. one of the points that you said in your presentation today. And all your examples, all the anecdotes, stories were very apt. And your sense of humor was an additional bonus. Thank you. As trainers, we always advise people to laugh a lot and keep yourself pleasant. And we are supposed to be like that, and you lived up to that. So thank you. It's a wonderful evening because of you, and my condolences to you for the personal loss you had yesterday. And at the same time, I appreciate the courage with which you faced it, overcame it, and made yourself available today for the sake of others. I truly appreciate that. Thank you very much. Thank you. I'd like to Thank you. Thank you. Thank you, sir. Hello. Hello. വിവേകാണ്. സോറി, അപ്പൊ ആദ്യമേ heartfelt condolences നേരിട്ട്, and thank you for making me a part of this amazing presentation. അപ്പോൾ അത്രേ എനിക്ക് പറയാനുള്ളൂ. ബാക്കി എന്നെക്കാട്ടിലും ഈ ഒരു മേഖലയിൽ ഒരുപാട് പ്രവർത്തന പരിചയമുള്ള ആൾക്കാർ ഇവിടെ ഒരുപാടുണ്ട്. അപ്പോൾ അവർ എന്നെക്കാട്ടിലും നന്നായിട്ട് ഇതിനെ അനലൈസ് ചെയ്യുമെന്ന് എനിക്കും ഉത്തമ ബോധ്യമുണ്ട്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ such warm gesture. Thank you. Vivek, I feel honored by your presence. Really feel happy and blessed because of your presence. You came to attend this session. Thank you so much, Vivek. Thank you. അതും അതും ചെറിയൊരു കഥയാണ്. കാരണം ഞാനിന്ന് എന്തായാലും ഇത് അറ്റൻഡ് ചെയ്യണമെന്ന് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും പെട്ടെന്ന് എനിക്ക് ചെറുതായിട്ടൊരു അസുഖമൊക്കെ വന്ന് സോറി അപ്പൊ ഇതിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് അജിത ചേച്ചിയുടെ പ്രസന്റേഷൻ തുടങ്ങുകയാണ്. അപ്പൊ ഞാൻ ഈശ്വരനോടൊന്നും നന്ദി പറഞ്ഞു. കാരണം അതിന് മുമ്പത്തെ ഇൻട്രൊഡക്ഷൻ ഒന്നും കേൾക്കാൻ പറ്റിയില്ലായിരുന്നു. ബട്ട് അപ്പൊ മനസ്സിലായി ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ കൃത്യസമയത്താണ് അറ്റൻഡ് ചെയ്തതെന്ന് എന്താ പറയുക, ഒരു സൂചന കിട്ടി. അപ്പൊ അതെന്തായാലും ഒരു ഇപ്പൊ അജിത ചേച്ചി പറഞ്ഞ പോലെ I too am blessed to have listened to your wonderful presentation. Thank you. Thank you. മാം, വളരെ ഹൃദ്യമായ ക്ലാസ് ആയിരുന്നു. താങ്ക്സ്. Thank you so much, ma'am. ഒരു ചെറിയ കാര്യം കൂടി ഉണ്ട്. എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അവരൊന്ന് എനിക്ക് ഒന്നുകൂടെ പരിചയപ്പെട്ട കൊള്ളായിരുന്നു. അല്ല, കാരണം ഞാൻ ജസ്റ്റിൻ സാറിന്റെ ക്ലാസ് ഏത് ക്ലാസ് അറ്റൻഡ് ചെയ്തതെന്ന് അറിയണമായിരുന്നു. ശോഭന മാം. ശോഭനയാണ്. ശോഭന. യെസ്. ഓക്കെ, ഇപ്പൊ മനസ്സിലായി. ഇനി കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഒത്തിരി സന്തോഷം വിവേകിനെ കണ്ടതിൽ കേട്ടോ. താങ്ക് യു. വിളിക്കാറില്ല. ന്യൂ ഇയർ ഗ്രീറ്റിംഗ്സ് കിട്ടിയല്ലോ. ന്യൂ ഇയർ ഗ്രീറ്റിംഗ്സ് എനിക്ക് കിട്ടിയിരുന്നു. അതെ. ശരി, താങ്ക് യു. അതുപോലെ അജിത ചേച്ചി എന്റെ അമ്മയും പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട്. വളരെ നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. ഓക്കെ, അപ്പൊ അതുകൂടി കൺവേ ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു. ഫീഡ്ബാക്ക്. ഗുഡ് ഈവനിങ്. ദീപയാണ്, MES ടിപ്പുറം. ദീപ മാം. താങ്ക്സ് ഫോർ അറ്റൻഡിങ്. ഞാൻ അറ്റൻഡ് ചെയ്തില്ലായിരുന്നെങ്കിലായിരുന്നു എനിക്ക് ഏറ്റവും വലിയ നഷ്ടമായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഞാനത് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചത്. മാഡത്തിന്റെ ഒരു ക്ലാസ് വളരെ നന്നായിരുന്നു. അപ്പൊ എനിക്ക് വലിയ സന്തോഷം അറിയിക്കുകയാണ്. ഇത് എന്റെ ഒരു ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ട് ഞാൻ കണക്കാക്കുകയാണ്. എനിക്ക് ഇത് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു. താങ്ക് യു സോ മച്ച്. കുഞ്ഞിപ്പെങ്ങളെ പറ്റിയിട്ട് കൂടുതൽ പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. സാധാരണ റിവ്യൂ കഴിഞ്ഞിട്ട് പുള്ളിക്കാർക്ക് ക്ലാസ് അറ്റൻഡ് എന്നോട് വന്ന് ഇരിക്കാൻ പറയുന്നിട്ട് അതിന് കുറ്റം പറയാൻ പറയും. ഇപ്രാവശ്യം എനിക്ക് അങ്ങനെ കുറ്റം കാണാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ചിരിച്ചു, സംസാരിച്ചു, പല കാര്യങ്ങൾ പറഞ്ഞു, പാട്ടും പാടി അവസാനമായപ്പോഴേക്ക്.
നല്ല ക്ലാസ് ആയിരുന്നു. ആരോ പറഞ്ഞു യു ഹവ് ഗ്രോയിങ് അപ്പ് എന്ന്, യു ഹവ് റീച്ച്ഡ് എ ലെവൽ, ഇറ്റ്സ് ഗുഡ് ബെറ്റർ ബെസ്റ്റ് എന്നുള്ള ബെസ്റ്റ് എത്തിക്കണം. യു കൻ സ്റ്റിൽ ഗോ ഫർദർ. ഇവിടെ നമ്മൾ തന്നെ അനലൈസ് ചെയ്താൽ മതി. നല്ല ക്ലാസ് ആയിരുന്നു. ആൻഡ് പീപ്പിൾ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദറ്റ് യു ആർ ടേക്കിംഗ് എ ക്ലാസ് ആഫ്റ്റർ സച്ച് എ പ്രോബ്ലം ദറ്റ് യു ഹവ് ഫേസ്ഡ് ആൻഡ് ഓവർകം ദറ്റ്. അതുകൂടി മനസ്സിൽ വെച്ചിരുന്ന സമയത്ത് ദ പൊട്ടൻഷ്യൽ ഓഫ് അജിത മാഡം ക്യാൻ ബി റിയലി അസസ്ഡ് ബേസ്ഡ് ഓൺ ദാറ്റ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു സർ. ഉണ്ണി സാറിന്റെ അടുത്ത് പ്രത്യേക നന്ദി. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ ഓരോ സെഷൻ കഴിയുമ്പോൾ എനിക്ക് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് ആണ് സാറിന്റെ അടുത്ത് കിട്ടാറ്. കഴിഞ്ഞ സെഷൻ കഴിഞ്ഞപ്പോൾ പോലും ഞാനൊരു തമാശ പറഞ്ഞപ്പോ ഞാൻ ഇടയ്ക്കെന്ന് വെച്ചാൽ ഡിസ്ട്രാക്റ്റഡ് ആയി പെട്ടെന്ന്. അപ്പൊ ഞാൻ അതിനിടയ്ക്ക് കുറച്ച് സീരിയസ് ആയി. അപ്പൊ സാറ് കറക്റ്റ് അത് നോട്ട് ചെയ്തിട്ട് അത് പറഞ്ഞു. അപ്പോ എനിക്കത് എപ്പോഴും പറയുന്ന ഒരു ഇതാണ്. എന്റെ മോളും പറയുന്നത്, എന്റെ മോള് വലിയൊരു ക്രിട്ടിക്കാണ്, എന്റെ ഏറ്റവും വലിയ ക്രിട്ടിക്കാണ് മോള് പറയുന്നത്. നമ്മ തമാശ ഗൗരവത്തിൽ പറയരുത് എപ്പോഴും പറയുന്നത്. അപ്പൊ അന്ന് ഉണ്ണിസാറ് പറഞ്ഞപ്പോഴും പറഞ്ഞു, ഞാൻ പറഞ്ഞപ്പോ മനസ്സിലായില്ല, ഉണ്ണിസാറ് പറഞ്ഞപ്പോ അമ്മയ്ക്ക് മനസ്സിലായി. അപ്പൊ എന്തായാലും ഞാൻ അതൊരു ചലഞ്ചായിട്ട് എടുത്തു. എന്തൊക്കെ ഉണ്ടെങ്കിലും ഞാൻ നിന്ന് എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ആ ഒരു മൈനസിനെ അങ്ങോട്ട് മാറ്റാൻ ശ്രമിക്കും എന്നുള്ളത്. അപ്പൊ ഉണ്ണിസാറിന് പ്രത്യേക നന്ദി. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ വോട്ട് ഓഫ് താങ്ക്സ് അല്ലേ? ഷീജ മാഡം. സർ, ഇനി ആരും ഇല്ലാൻ തോന്നുന്നു. നോ സാറേ. വോട്ട് ഓഫ് താങ്ക്സ് ആയുള്ള സാറേ. വിളിക്കാം. നമുക്ക് വോട്ട് ഓഫ് താങ്ക്സിന് വേണ്ടിയിട്ട് പരിപാടിയൊക്കെ ഗംഭീരമായിരുന്നു. എന്താണെന്ന് മനസ്സിലായി കേട്ടോണ്ടിരുന്ന ഓരോരുത്തരും, ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഫീഡ്ബാക്ക് പറഞ്ഞു. അത് തന്നെയാണ് പറയാനുള്ളത്. ഞാനും ഒരു ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ട് ഇത് കൂട്ടുകയാണ് മാം. ഇനിയിപ്പം നമുക്ക് വോട്ട് ഓഫ് താങ്ക്സിന് വേണ്ടി ദീപ്തി മാമിനെ ക്ഷണിക്കാം. ദീപ്തി മാം. താങ്ക് യു ഷീജ മാം, താങ്ക് യു സോ മച്ച്. സോ ഏറ്റവും ആദ്യം എല്ലാവരും ഇവിടെ ഈ KCTT വെബിനാറിൽ ക്ഷണിച്ചിട്ട് വന്നെത്തിയ ഈച്ച് ആൻഡ് എവറി പേഴ്സൺസിനും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്താണ്. ഏറ്റവും വലിയ നന്ദി അജിത മാമിനോടാണ്. ഇത്രയും നല്ലൊരു ക്ലാസ്, അതും മാമിന്റെ ആ ഒരു എന്താ പറയുക, ഒരു ട്രാജഡി വീട്ടിലുണ്ടായി അത് പോലും മറികടന്ന് മാം വന്ന് ഇത്രയും ഭംഗിയായിട്ട്, മാം ഒരു നല്ലൊരു ട്രെയിനർ മാത്രമല്ല, ഒരു ആക്ടറും കൂടെയാണെന്നുള്ളത് ഇതിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ആ ഒരു വോയിസ് മോഡുലേഷൻ ഒക്കെ ഡിഫറെന്റ് രീതിയിൽ മാം അത് പറഞ്ഞ് ആ ഒരു ക്ലോഷേഴ്സ് ഒക്കെ കൊടുത്തത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതേമാതിരി നല്ലൊരു ഗായികയും കൂടെ ആയിരുന്നു. ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ് നമ്മൾ എങ്ങനെ ഒരു പ്രതിസന്ധിനെ ഫേസ് ചെയ്യണം, അതിന് എങ്ങനെയൊക്കെ എന്തൊക്കെ സ്റ്റെപ്സ് ഉണ്ട്, ഈച്ച് ആൻഡ് എവറിത്തിങ് മൈന്യൂട്ട് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും എങ്ങനെ പ്ലാൻ ചെയ്യണം, എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ ഓരോന്നും വ്യക്തമായിട്ടായിരുന്നു നമുക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ കിട്ടിയ കുറച്ച് സമയത്തിനുള്ളിൽ മാം നല്ല വ്യക്തമായിട്ടായിരുന്നു ഈ ബൗൺസ് ബാക്ക് എന്താണെന്നുള്ളത് മാം പല എക്സാമ്പിൾസിലൂടെയാണ് പറഞ്ഞു തന്നത്. നമ്മളുടെ എന്താ പറയുക, ടൈറ്റാനിക് ഷിപ്പ്, ഇതിന്റെ ആ ഒരു ഷിപ്പ് ആക്സിഡന്റിൽ പെടുന്ന സമയത്ത് അടുത്ത് കൂടെ പോയിട്ടുള്ള 3 ഷിപ്സിൽ അവര് എങ്ങനെയാണ്, ക്ലൈംബേഴ്സ് ഉണ്ടായിരുന്നു, പിന്നെ ക്വിറ്റേഴ്സ് ഉണ്ടായിരുന്നു, ഇതൊക്കെ പറഞ്ഞിട്ടായിരുന്നു നമ്മള്. അപ്പൊ ഞാൻ ശരിക്കും നോക്കിയപ്പോ ഞാൻ ക്ലൈംബേഴ്സിൽ പെടുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് അനലൈസ് ചെയ്യാൻ തന്നെ എന്നെ കൊണ്ട് പറ്റി. അപ്പൊ അങ്ങനെ ഓരോന്നും നമ്മളെ തന്നെ നമുക്ക് ആ ഒരു മാമിന്റെ സെഷൻസിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ എന്താണെന്നുള്ളത് നമുക്ക് തന്നെ അനലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു മാം അത്രയും ഭംഗിയായിട്ടാണ് ക്ലാസ് എടുത്തത്. ശരിക്കും ഇത് അറ്റൻഡ് ചെയ്യാത്ത ഈച്ച് ആൻഡ് എവറി പേഴ്സൺസിന് അത് വളരെ ഒരു നഷ്ടമായിരിക്കും. അപ്പൊ എന്തായാലും ഒത്തിരി നന്ദിയുണ്ട് ഇത്രയും നല്ലൊരു സെഷൻ മാം ഞങ്ങൾക്ക് എടുത്തതില്. ഇനിയും മാമിന്റെ ഒത്തിരി സെക്ഷൻ ഞങ്ങള് എന്താ പറയുക എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേമാതിരി ഇവിടെ നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് നമ്മളുടെ വേദിയിലേക്ക് എത്തിയ നമ്മളുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റ് ആയ മാധവനുണ്ണി സാറ്, പിന്നെ അതേമാതിരി ബാക്കിയുള്ള അംഗങ്ങളും ഈച്ച് ആൻഡ് എവറി പേഴ്സണിനും നമ്മൾ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്താണ്. താങ്ക് യു സോ മച്ച് ഫോർ മേക്കിംഗ് ദിസ് വണ്ടർഫുൾ സെഷൻ സോ വണ്ടർഫുൾ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ദീപ്തി. താങ്ക് യു മാം. Thank you, Deepthi. Thanks to KCTTU once again. Thank you all. നല്ല പാർട്ടിസിപ്പേഷൻ ആയിരുന്നു.
സെൽഫ് ഇംപ്രൂവ്മെന്റ് ശരിക്കും ഹബിൽ അതുപോലെ പോസിറ്റീവ് കമ്മ്യൂണിന്നും അല്ലാത്ത ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് കുറെ പേര് കയറി, കാണാത്ത പലരെയും കാണാൻ സാധിച്ചു. അവരൊക്കെ നമ്മുടെ ഉറവ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് എല്ലാ 2 ആഴ്ച കൂടുമ്പോഴുള്ള ഈ പരിപാടി വിജയമാക്കുക, അതുപോലെ KCTUTന്റെ ഭാഗമാകുക എന്നും കൂടി റിക്വസ്റ്റ് ഉണ്ട്. കഴിയുമെങ്കിൽ ഇഫ് പോസിബിൾ പ്ലീസ് ജോയിൻ KCTU. ഷുവർ സർ. എറണാകുളം ജില്ല എന്ന് പറഞ്ഞാൽ അറിയാലോ, എപ്പോഴും പ്രോഗ്രാംസ് ഉണ്ട്. ഇനി നമുക്ക് അടുത്ത വേറൊരു പ്രോഗ്രാം ഉണ്ട്, അത് പെയ്ഡ് പ്രോഗ്രാമാണ്, വാക്ക് വിത്ത് മാസ്റ്റേഴ്സ്. നല്ല ഇങ്ങനെ നടക്കുന്ന പ്രോഗ്രാംസിൽ ചിലതൊക്കെ നമ്മൾ വെച്ചിട്ട് ഒരു 2 hour പ്രോഗ്രാം ഡെയിലി ഒരു 1 week ഉണ്ടാവും. 500 rupees കൊടുത്താൽ എല്ലാം കാണാം. അപ്പോൾ ആ പ്രോഗ്രാം ഉടനെ ഉണ്ടാവും. അതെല്ലാം മെമ്പേഴ്സിന് ഫ്രീ ആയിരിക്കും. മെമ്പേഴ്സ് അത് ഫ്രീ ആണ്, അതാണ് എൻ്റെ അഡ്വാൻറ്റേജ്. വേറെന്താ പറയാനുള്ള? എന്തായാലും ഇത്രയും അല്ലേ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിലും ഒന്ന് ക്ലാസ് എടുക്കും. എനിക്കറിയാൻ വരുമെന്നറിയാം, കാരണം ആ പേരെങ്ങനെയാണല്ലോ. പവേഴ്സ് ബാക്ക് ടൈം മാനേജ്മെന്റ് ക്ലാസ് എടുക്കാൻ വരുന്ന ആൾ 1.5 മണിക്കൂർ ലേറ്റാ വന്നാൽ എന്ത് പറയാനാ? അങ്ങനെ വരാൻ പറ്റില്ല, നേരത്തെ എത്തണം. എന്നാലേ നമുക്ക് വൈകി വരുന്നവരെ പിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇന്നത്തെ ദിവസം നന്ന ഭംഗിയായി അല്ലേ? ഇനി എന്താ? എല്ലാരോടും നന്ദി. നന്ദി ആരോടാ ചൊല്ലേണ്ടതെന്നുള്ളതാണ് അല്ലേ? ദീപ്തി നമ്മുടെ കോർഡിനേറ്ററിനൊക്കെ ഞാനിപ്പോ ഒന്നും അറിയാറില്ല, കാരണം അതെല്ലാം പുള്ളിക്കാരെ നന്നായിട്ട് നോക്കുന്നത്. ഒരു മോഡലാണ്, കാരണം അങ്ങനെ വേണം. ഒരു കോർഡിനേറ്റർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, അറിയാത്തൊന്നുമല്ല, പഠിച്ചു വരികയല്ലേ. അപ്പൊ നമുക്ക് പിരിയാമല്ലേ? ഗുഡ് നൈറ്റ് ഓൾ ഓഫ്. Good night.